സോ മക്കളെ, ബെയിലറിൻ്റെ ഡ്യൂട്ടിയിലോട്ട് വരുന്ന സമയത്ത് ബെയിലേഴ്സ് ഡ്യൂട്ടി സെക്ഷൻ 150 ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ബെയിലറിൻ്റെ ഡ്യൂട്ടീനെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷൻസിനാണ് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ബെയിലിക്ക് ഗുഡ്സ് ഈ പറയുന്നത് പോലെ തന്നെ ഡെലിവറി നടത്തുന്ന സമയത്ത് എല്ലാ രീതിയിലുള്ള ഈ പറയുന്നത് പോലെ തന്നെ ഗുഡ്സിനകത്തുള്ള ഡിഫക്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗുഡ്സിൻ്റെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ബെയിലോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ, ബെയിലർ അവെയർ ആവുന്ന, അതായത് ബെയിലർക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച്, ഓക്കെ, ബെയിലർക്ക് ഈ പറയുന്ന ഗുഡ്സ് യൂസ് ചെയ്തിട്ട് ബെയിലിക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഡിസ്ക്ലോഷർ നടത്തണം എന്നുള്ള പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ആൻഡ് വിച്ച് മെറ്റീരിയലി ഇൻ്റർഫിയർ വിത്ത് യൂസ് ഓഫ് ദം ഓർ എക്സ്പോസ് ബെയിലി ടു ദ എക്സ്ട്രാ ഓർഡിനറി റിസ്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു കുതിര റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുതിരയുടെ കേസിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ്, അതായത് കുതിരയ്ക്ക് ഈ പറയുന്നത് പോലത്തെ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് ആരോട് പറയണം, ബെയിലോട് പറയണം. അപ്പോൾ ബെയിൽ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ശ്രദ്ധിക്കും എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. അങ്ങനെ ഡിസ്ക്ലോഷർ നടത്തിയിട്ടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഡിസ്ക്ലോഷർ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ബെയിലിക്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ബെയിലിക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾക്ക് ആര് 100% റെസ്പോൺസിബിൾ ആയിരിക്കും, ബെയിലർ 100% റെസ്പോൺസിബിൾ ആയിരിക്കും. അതാണ്, ഇഫ് ദ ബെയിലർ ഡസ് നോട്ട് മേക്ക് സച്ച് ഡിസ്ക്ലോഷർ and some loss or damage result, he is responsible for so much of it as it arises to the bailee directly from such faults. Okay, ഡയറക്റ്റ്ലി അതിൽ നിന്ന് വരുന്ന ഫോൾട്ടിന് ആര് റെസ്പോൺസിബിൾ ആയിരിക്കും, ബെയിലർ റെസ്പോൺസിബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മക്കളെ, 2 ടൈപ്സ് ഓഫ് ബെയിൽമെന്റ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ്. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫ്രീ ആയിട്ട്, ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ദീപക്കിന് എന്ത് ചെയ്തു, കാറ് ഈ പറയുന്ന കൊടൈക്കനാലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കൊടുത്തു. ദാറ്റ് ഇസ് നോൺ ആസ് വാട്ട്, ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെന്റ്. ഞാൻ പൈസയോ കാര്യങ്ങളോ ഒന്നും മേടിക്കുന്നില്ല. പക്ഷേ ഇഫ് ഐ ആം ഗിവിങ് ദാറ്റ് കാർ, ഞാനൊരു റെൻ്റ് കാർ നടത്തുന്ന, അതായത് കാർ ഹയറിന് കൊടുക്കുന്ന ആക്ച്വലി ഒരു ആളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, ആ കാറിനെ കുറിച്ച് ഈ പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കത് അറിയോ അറിയില്ല എന്നുള്ളതൊന്നും റിലവൻ്റ് അല്ല. അറിയുന്നില്ലെങ്കിൽ പോലും ഞാനത് കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് പറയേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എങ്ങനെ സാറേ അറിയില്ലെങ്കിൽ പറയാം, വിച്ച് മീൻസ് ദാറ്റ് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ കാറിന് പ്രശ്നമൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത്. കാരണം ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, കാർ റെൻ്റലിന് കൊടുക്കുകയാണ് എൻ്റെ ജോലി. സോ ഐ ഹാവ് ടു ടേക്ക് കെയർ, ഐ ഹാവ് ടു അഷ്യൂർ ദാറ്റ് കാർ ഈസ് good for use. Okay, അതാണ് സംസാരിക്കുന്നത്. if the goods are bailed for hire, the bailer is responsible for damages arising to the bailee directly from such faults, whether he was or was not aware of the existence of such faults in the goods bailed. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്രാറ്റ്യൂഷ്യസ് ബെയിൽമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്, ഞാൻ പൈസയോ കാര്യങ്ങളൊന്നും റെൻ്റൊന്നും എടുക്കാതെ കൊടുക്കുന്ന രീതിയിലുള്ള ബെയിൽമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് അറിയാവുന്ന ഫാൾസ് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. കാരണം ഫ്രീ ആയിട്ടാണ്, പൈസ ഒന്നും മേടിക്കില്ല. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് മൈ പ്രൊഫഷൻ, ഞാൻ കാറ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്നത് പോലെ തന്നെ പൈസയ്ക്കാണ്, റെൻറ്റ് മേടിച്ചിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാ രീതിയിലുള്ള ഇഷ്യൂസും, ഒരു രീതിയിലുള്ള ഇഷ്യൂസും ആ കാറിന് ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, പറയണം എന്നുള്ളൊരു പോയിന്റ് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് റിഗാർഡിംഗ് ടു ദ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ. ഓക്കെ, അപ്പോൾ ബെയിൽമെൻറ്റ് ആക്ച്വലി ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ മിക്സിങ്ങിൻ്റെ കാര്യം 1-2 വട്ടം കേസ് സ്റ്റഡി ആയിട്ട് ചോദിച്ചതാണ് ഇത്തവണ. ഓക്കെ, നോട്ട് നെസസറി, മിക്സിങ്ങിനെ കുറിച്ച് അത്ര ഇഷ്യൂസ് ഉള്ള കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം പറയാനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ബെയിലിയുടെ ലയബിലിറ്റി, അതായത് ഈ പറയുന്നത് പോലെ തന്നെ കറക്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പർപ്പസ് അക്കംപ്ലിഷ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ബെയിലി എന്ത് ചെയ്യണം, ഗുഡ്സ് റിട്ടേൺ ചെയ്യണം. ഓക്കെ, ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഗുഡ്സ് ഡിസ്ട്രോയ് ആയി കഴിഞ്ഞു വെച്ചാലും ആരായിരിക്കും അതിന് ലയബിലിറ്റി ഉള്ളത്, ബെയിലി ആയിരിക്കും ലയബിലിറ്റി ഉള്ളത്. ഫോർ എക്സാമ്പിൾ, സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1/3/2025, ഓക്കെ, 1/3/2025, ഈ 1/3/2025 എ എന്ന് പറയുന്ന വ്യക്തി, ഓക്കെ, ബിക്ക് കാർ ഡെലിവർ ചെയ്തു. ബിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് കാർ ഡെലിവർ ചെയ്തത്. ആൻഡ് ഓൾസോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ 3/3/2025 ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ കാർ റിട്ടേൺ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ 3/3/2025 ഈ കാർ റിട്ടേൺ ചെയ്യേണ്ടതാണ്. പക്ഷേ ബി അൺഫോർച്ചുനേറ്റ്ലി കാർ റിട്ടേൺ ചെയ്തില്ല. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കുക, 4/3/2025 ഒരു എർത്ത് വന്നു എന്ന് വിചാരിക്കുക, ഭൂമിയിലൊക്കെ വന്നു, കാറ് ഡിസ്ട്രോയ്ഡ് ആയി എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷനകത്ത് ഹു വിൽ ബി റെസ്പോൺസിബിൾ, ബി വിൽ ബി റെസ്പോൺസിബിൾ. സാറേ അത് നാച്ചുറൽ കലാമിറ്റി അല്ലേ, ഒരു ദുരന്തം അല്ലേ, അപ്പോൾ ആ സമയത്ത് ബിക്ക് എന്താണ് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്ന് ചോദിച്ചാൽ, 3/3 തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു, തിരിച്ചു കൊടുത്തില്ല. സോ ആര് റെസ്പോൺസിബിൾ ആയിരിക്കും, ബി റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു പോയിന്റ് ശ്രദ്ധിച്ച് ഈ പറയുന്നത് പോലെ തന്നെ മനസ്സിലാക്കുക. പിന്നെ ബെയിലിയുടെ ഡ്യൂട്ടിയാണ് എന്താണെന്ന് വെച്ചാൽ, ഗുഡ്സ്, അതായത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ കുറച്ച് ഈ പറയുന്നത് പോലെ തന്നെ എന്താ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയാം, ഒരു കൗവാണ്, അതായത് കൗവിനെയാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കാഫിന് എന്ത് ചെയ്തു, ഈ പറയുന്നത് പോലെ തന്നെ
ഈ പറയുന്ന പോലെ തന്നെ പൈക്കുട്ടി ഉണ്ടായി. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് അതും തിരിച്ചു കൊടുക്കണം, വിച്ച് മീൻസ് ദാറ്റ് ഈ പറയുന്നത് പോലെ തന്നെ അക്രീഷൻ ഓഫ് ഗുഡ്സ് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. പെട്ടെന്ന് പറയാനായിട്ട് എനിക്ക് അത്രയ്ക്ക് പോയിന്റ്സ് ഒക്കെയാണ് ഉള്ളത്, മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് മക്കളെ. ഇത് നമ്മൾ ക്വാസി കോൺട്രാക്ട് ആയിട്ടും കണക്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ ക്വാസി കോൺട്രാക്റ്റിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു ടൈപ്സ് ഓഫ് ക്വാസി കോൺട്രാക്ട് ആണ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സിൻ്റെ കേസിനകത്ത്, നോർമൽ കേസിനകത്ത് എനിക്കിപ്പോൾ ഒരു സാധനം തിരിച്ച് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് എനിക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മൊബൈൽ ഫോണാണ് കിട്ടിയെന്ന് വിചാരിക്കുക. സേ ഫോർ എക്സാമ്പിൾ റാം എന്ന് പറയുന്ന ഒരാളുടെ മൊബൈൽ ഫോണാണ് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ഈ മൊബൈൽ ഫോൺ ഞാൻ റാമിന് തിരിച്ചു കൊടുത്തു. അപ്പോൾ ആ സമയത്ത് എനിക്കതിൻ്റെ കുറേ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ ഉണ്ടായി, മനസ്സിലാവുന്നുണ്ടോ? അത് ഈ പറയുന്നത് തന്നെ ഞാൻ ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നേരെയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ എക്സ്പെൻസിനൊന്നും വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റാമിനെ സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, റാമിന് അഗെയിൻസ്റ്റ് ആയിട്ട് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കനോട്ട് സ്യൂ ദ ഓണർ ഫോർ ദി എക്സ്പെൻസസ് വോളണ്ടറിലി ഇൻകേർഡ് ഫോർ പ്രിസർവിങ് ദി ഗുഡ്സ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഗുഡ്സ് നീ പൈസ തന്നാൽ മാത്രമേ തിരിച്ചു തരൂ എന്നുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സംസാരിക്കുന്നത്. ബട്ട് ഹി ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് അൺടിൽ ദ പേയ്മെന്റ് ഈസ് മെയ്ഡ്. പക്ഷേ സ്പെസിഫിക് ആയിട്ടുള്ള റിവാർഡ് ഞാൻ ഓഫർ ചെയ്തിരുന്നു വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ എൻ്റെ പൂച്ചക്കുട്ടിനെ കാണാതില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഞാൻ എന്ത് കൊടുക്കും, ഒരു റിവാർഡ് ഓഫർ ചെയ്യും. എന്ത് ടൈപ്പ് ഓഫ് ഓഫർ? ആ ജനറൽ ഓഫറാണത്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് സ്പെസിഫിക് ഓഫർ റിവാർഡ് ഹാസ് ബീൻ ഓഫേർഡ്, ക്യാൻ സ്യൂ ദ ഓണർ ഫോർ ദാറ്റ് റിവാർഡ്. ആ റിവാർഡിന് വേണ്ടിയിട്ട് ഓണറിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, സ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ തന്നെ സാധിക്കും. ഹി ക്യാൻ റീറ്റെയിൻ ദ ഗുഡ്സ് അൺടിൽ ദ പേയ്മെന്റ് ഓഫ് ദ റിവാർഡ്. അതുവരെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി റൈറ്റ് ടു സെയിൽ. ഓക്കെ, എപ്പോഴാണ് റൈറ്റ് ടു സെയിൽ കിട്ടുന്നത് എന്നുള്ളൊരു പോയിന്റ് ആണ്. സേ ഫോർ എക്സാമ്പിൾ 3 കാര്യങ്ങളാണ്. ഇഫ് ഇറ്റ് ഇസ് ബനാനയാണെന്ന് വിചാരിക്കുക, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ്സ് എ പെരിഷബിൾ ഗുഡ്സ് ആണ്. അപ്പോൾ പെരിഷബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓണറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, റീസണബിൾ ഡിലിജൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സെയിൽ ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് 2/3 വാല്യൂ ഓഫ് ദി പ്രൊഡക്റ്റ് നമുക്ക് എക്സ്പെൻസസ് വന്നിട്ടുണ്ട്, അത് ഓണർ എന്ത് ചെയ്യുന്നില്ല, തിരിച്ച് തരുന്നില്ല. വിച്ച് മീൻസ് 300 രൂപയുടെ പ്രൊഡക്റ്റാണ്, 200 രൂപ നമുക്ക് എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എക്സ്പെൻസ് 200 രൂപ തരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഗുഡ്സ് ഡേഞ്ചറസ് നേച്ചറുള്ള ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്ലഡ്ജ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെന്റ്. ഓക്കെ, പ്ലഡ്ജ് നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബെയിൽമെന്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. റൈറ്റ് ഓഫ് പോണി, 2 പാർട്ടീസ് ആണുള്ളത്, പോണർ ഉണ്ട്, പോണി ഉണ്ട്. പോണർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ആക്ച്വലി എനിക്കൊരു 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈറ്റിൽ ഡീഡ്, ബിൽഡിങ്ങിൻ്റെ ടൈറ്റിൽ ഡീഡ് ബാങ്കിൽ കൊണ്ടുവച്ചു എന്ന് വിചാരിക്കാം. സോ ഹിയർ ഇൻ ദിസ് സിറ്റുവേഷൻ ഈ പറയുന്നത് പോലെ പോണർ എന്ന് പറയുന്നത് ഞാനും, ആൻഡ് പോണി എന്ന് പറയുന്നത് സേ ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക, ബാങ്ക്. സോ പോണി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ പോണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിൻ ദ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഏതുവരെ? അപ് ടു ദ പേയ്മെന്റ് ഓഫ് പ്രിൻസിപ്പൽ പ്ലസ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് പ്ലസ് പേയ്മെന്റ് ഓഫ് എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഇസ് ഗോൾഡ് ലോക്കറിൽ വെച്ചിട്ടുണ്ടാവും. സോ എക്സ്പെൻസ് തിരിച്ച് കിട്ടുന്നത് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്യാൻ റിക്കവർ എനി എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് അറൈസൻ ഡ്യൂറിംഗ് ദ ഗുഡ്സ് പ്ലഡ്ജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ബൈക്കാണ് എന്ത് ചെയ്യുന്നത്, പ്ലഡ്ജ് ചെയ്യുന്നത് വിചാരിക്കുക, ബൈക്ക് പൊട്ടിത്തെറിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് അവർക്ക് കൂടുതലായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ആ നഷ്ടങ്ങൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ആർക്ക് അധികാരമുണ്ട്, പോണിക്ക് അധികാരമുണ്ട്. ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട്, ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം 2 ഇയേഴ്സിനാണ് എന്ത് ചെയ്യുന്നത്, ടൈറ്റിൽ ഡീഡ്സ് വെക്കുന്നതെന്ന് വിചാരിക്കുക. പക്ഷേ 2 ഇയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഞാൻ പൈസ തിരിച്ചു കൊടുത്തില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, റീസണബിൾ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം. ആർക്ക് റീസണബിൾ ആയിട്ടുള്ള നോട്ടീസ് കൊടുക്കണം, ഈ പറയുന്ന പോണർക്ക്. അതായത് ഞങ്ങളിത് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണെന്നുള്ള റീസണബിൾ നോട്ടീസ് കൊടുക്കണം. അപ്പോൾ ആ റീസണബിൾ നോട്ടീസ് കൊടുത്തതിന് ശേഷം സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് ആലോചിക്കാം. ഇപ്പോൾ ഞാൻ ലോൺ മേടിച്ചത് 30 lakhs ലോൺ മേടിച്ചതെന്ന് വിചാരിക്കുക. ബിൽഡിംഗ് വിറ്റിട്ട് അല്ലെങ്കിൽ വീട് വിറ്റിട്ട് കിട്ടിയത് 20 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. അതാണ് ഇഫ് ദി പ്രൊസീഡ്സ് ആർ ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ബോറോഡ് എമൗണ്ട്. 30 ലക്ഷത്തിനേക്കാളും താഴെയാണ്, 20 ലക്ഷമാണ് കിട്ടിയത്. ഡെഫിസിറ്റ് ക്യാൻ ബി റിക്കവേർഡ് ഫ്രം ദ പോണറിൽ നിന്ന് 10 ലക്ഷം രൂപ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രൊസീഡ്സ് ആർ മോർ ദാൻ ദാറ്റ് ഓഫ് ദി ബോറോഡ് എമൗണ്ട്, സർപ്ലസ് ടു ബി റിട്ടേൺ ടു ദ പോണർ. അങ്ങനെയാണെങ്കിൽ 40 ലക്ഷം ആണെന്നുണ്ടെങ്കിൽ 10 ലക്ഷം പോണർക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യും വേണം എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. ദാറ്റ്സ് ഇറ്റ് പോയിന്റ്, അതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നെമോ ഡാറ്റ് യുവർ നോൺ ഹാബിറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അല്ലേ. അതായത് എന്താണെന്ന് വെച്ചാൽ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്തുള്ളൊരു കാര്യമാണ്. അതായത് എനിക്ക് ഒരു ഗുഡ്സിൻ്റെ അവകാശം ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടി പറ്റില്ല, മറ്റൊരാൾക്ക് ഗുഡ് ടൈറ്റിൽ കിട്ടില്ല എന്നുള്ള പോയിന്റാണ്. സിമിലർ പോയിന്റ് എന്തിനകത്തുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ എന്താ പറയുക, പ്ലഡ്ജിനകത്തുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക മക്കളെ. അതായത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഓണർഷിപ്പിൽ ഇല്ലാത്തൊരു ഗുഡാണെങ്കിൽ പോലും എനിക്കത് പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഏതൊക്കെ സിറ്റുവേഷനകത്ത് പ്ലഡ്ജ് ചെയ്യാൻ സാധിക്കുന്നതാണ്? ഒന്ന് പ്ലഡ്ജ് ബൈ മർക്കൻ്റൈൽ ഏജൻറ്. ഫോർ എക്സാമ്പിൾ രാജു എന്ന് പറയുന്ന ഒരു ട്രേഡർ, അയാൾ ആക്ച്വലി പല സ്ഥലങ്ങളിലായിട്ട് കച്ചവടമൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. സോ ആ സിറ്റുവേഷനകത്ത് അയാൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ ആ സിറ്റുവേഷനകത്ത് ആൾ ഫോർ എക്സാമ്പിൾ സജു എന്ന് പറയുന്ന ഒരാളെ എന്ത് ചെയ്തു, ഒരു ഏജന്റ് ആയിട്ട് വെച്ചു എന്ന് വിചാരിക്കാം. സോ രാജു ഈസ് എ പേഴ്സൺ ഹു ഈസ് എ ട്രേഡർ ഹു ഈസ് വെരി ബിസി. സോ സജു ആണ് രാജുവിൻ്റെ ഏജന്റ്. സോ ഈ പറയുന്നത് സജു ഏജന്റും രാജു ആരാണ്, പ്രിൻസിപ്പളും ആണ്. സോ ആ സിറ്റുവേഷനകത്ത് മർക്കൻ്റൈൽ ഏജന്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ അമേരിക്കയിലാണെന്ന് വിചാരിക്കും സജു. അപ്പോൾ രാജു
രാജു എന്ന് പറയുന്ന പ്രിൻസിപ്പൽ, സജു എന്ന് പറയുന്ന ഏജന്റ്. ഓക്കെ, അപ്പോൾ സജു എന്ത് ചെയ്യുന്നു? ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൽ ഈ പറയുന്നത് പോലെ തന്നെ, അതായത് എന്താണെന്ന് വെച്ചാൽ നോർമലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഓൾസോ ഗുഡ് ഫെയ്ത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. അവരും ഗുഡ് ഫെയ്ത്തിലാണ് ആക്ട് ചെയ്യുന്നത്. സോ ആ സിറ്റുവേഷൻ അത് പ്ലഡ്ജ് ബൈ മെർക്കന്റൈൽ ഏജന്റ് ഈസ് വാലിഡ്. നെക്സ്റ്റ് വൺ, പ്ലഡ്ജ് അണ്ടർ വോയിഡബിൾ കോൺട്രാക്ട്. സോ ക്ലാസ് കാണുന്ന സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ക്ലാസ് കാണുന്ന ഗോപകുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഗോപകുമാർ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് സേ ഫോർ എക്സാമ്പിൾ ഹീസ് ഹാവിങ് എ BMW. ഓക്കെ, ഒരു BMW ഉണ്ട്. സോ ആ BMW ആക്ച്വലി 80 ലക്ഷത്തിൻ്റെ BMW ആണ്, അതായത് സെക്കൻഡ് ഹാൻഡ് ആണ്. സോ ബേസിക്കലി ഞാൻ ചോദിച്ചു, ഗോപകുമാർ ഞാൻ നിൻ്റെ ഫാക്കൽറ്റി അല്ലേ, എനിക്ക് 50 ലക്ഷത്തിന് BMW തരുമെന്ന് ചോദിച്ചു. ഗോപകുമാർ പറഞ്ഞു ഓക്കെ സാർ, ഓക്കെ നോ പറയാൻ പറ്റില്ല അല്ലേ. ഓക്കെ, സൈക്കോളജിക്കലി അവൻ എന്ത് ചെയ്തു, ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തു. സോ ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, 50 lakhs മേടിച്ചു. ദിസ് കോൺട്രാക്ട് ഈസ് നോട്ട് വാട്ട് കോൺട്രാക്ട്, ദ വോയിഡബിൾ കോൺട്രാക്ട്. ജസ്റ്റ് റിവൈസ് ചെയ്യാട്ടോ, കൺസെൻറ്റ് ഇവിടെ ഫ്രീ അല്ല. സോ ദിസ് ഇസ് എ വോയിഡബിൾ കോൺട്രാക്ട്. അപ്പോൾ വോയിഡബിൾ കോൺട്രാക്റ്റിലാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഞാനിത് മേടിച്ച ഉടനെ ആണ് എന്ത് ചെയ്തു, SBI ഈ പറയുന്നത് പോലെ പ്ലഡ്ജ് ചെയ്യുന്നു വിചാരിക്കാം. മീൻസ് ദാറ്റ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കേട്ടോ, അവിടെ SBIക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. വിച്ച് മീൻസ് ദറ്റ് പോണി ഹാസ് ആക്ടഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്. എൻ്റെ ഡിഫക്റ്റീവ് ടൈറ്റിലിനെ കുറിച്ച് ഇതൊരു വോയിഡബിൾ കോൺട്രാക്റ്റ് ആണ് എന്നുള്ള കാര്യം ആർക്കറിയില്ല, SBIക്ക് അറിയില്ല. ആൻഡ് പോണി ഹാസ് നോ നോട്ടീസ് ഓഫ് ദി ഡിഫക്റ്റീവ് ടൈറ്റിൽ ഓഫ് ദി പോണർ. പിന്നെ അത് മാത്രമല്ല, ഈ കോൺട്രാക്ട് എന്ത് ചെയ്തിട്ടില്ല, ക്യാൻസൽ ചെയ്തിട്ടില്ല. ആര് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല? ഈ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഗോപകുമാർ ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടില്ല എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്നത് പോലെ തന്നെ പ്ലഡ്ജ് ബൈ മെർക്കന്റൈൽ ഏജന്റ് ഏതൊക്കെ സിറ്റുവേഷൻസിനകത്ത് പ്ലഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സംസാരിക്കുന്നത്. ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓഫ് ഓണർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഒരു കാറാണ്, ജോയിന്റ് ഓണർഷിപ്പിലുള്ള കാറാണ്, 40 lakhs കാറാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പ്ലഡ്ജ് ചെയ്താൽ 20 lakhs വരെ മാത്രമേ അതിന് എന്തുണ്ടായിരിക്കുമോ, ഈ പറയുന്നത് പോലെ തന്നെ വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അതാണ് സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ്. സോ ഇറ്റ് ദാറ്റ് ടൈം പ്ലഡ്ജും നമ്മുടെ ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഏജൻസിയുടെ സിറ്റുവേഷൻസിനകത്ത്, ഏജൻസിയുടെ ഒരു ക്വസ്റ്റ്യനകത്ത് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത്, മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊക്കെ സിറ്റുവേഷൻസിനകത്താണ് ഏജൻറ്റ് പേഴ്സണലി ലയബിൾ ആവുക എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എനിക്ക് സംസാരിക്കാനായിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് കറക്റ്റായിട്ട് മനസ്സിലാക്കി എന്താണോ ഏജൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പോൾ ഏജൻസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിമ്പിളായിട്ട് പല എക്സാമ്പിൾസ് നമുക്ക് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും, പിന്നെ അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ദീപക് അല്ലേ, രഞ്ജിത്ത് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ദീപക് ഉണ്ട്. സോ ആക്ച്വലി എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, എനിക്ക് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ലൈക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എക്സാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, റൂമൊക്കെ എടുത്ത്, അതായത് കമ്പൈൻ സ്റ്റഡി എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു ഫ്ലാറ്റ് ജസ്റ്റ് റെൻ്റലിന് വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഫ്ലാറ്റ് റെൻ്റലിന് വേണമെന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, ഈ പറയുന്നത് പോലെ തന്നെ ഓക്കെ, ഞാനിപ്പം ഒരാളായിട്ട് ഫോർ എക്സാമ്പിൾ നാരായണൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ടെന്ന് വിചാരിക്കാം. ആക്ച്വലി ആളിങ്ങനെ ഈ പറയുന്നത് പോലെ തന്നെ ബ്രോക്കറായിട്ട് അല്ലെ ഫ്ലാറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഏതൊക്കെ ഫ്ലാറ്റ് കൊടുക്കാനായിട്ടുണ്ട്, ഇതൊക്കെ ആൾക്കാർക്ക് ഫ്ലാറ്റ് ആവശ്യമുണ്ട്, ഇതൊക്കെ നോക്കിയിട്ട് ഇവരെ മുട്ടിക്കുന്ന ആളാണ്. സോ വിച്ച് മീൻസ് ദറ്റ് ഹീസ് എൻ ഏജൻറ്റ്. ഓക്കെ, സോ അപ്പോൾ ഞങ്ങളെന്ത് വിളിക്കും, പ്രിൻസിപ്പൾ എന്ന് വിളിക്കും, ഇയാളെന്ത് വിളിക്കും, ഏജൻറ്റ് എന്ന് വിളിക്കും. സോ ഏജൻറ്റ് പ്രിൻസിപ്പളിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നോക്കും. സോ അപ്പോൾ അതിന് നമുക്ക് കമ്മീഷനും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതാണ് സംഭവിക്കുന്നത്. സോ ഒറ്റ കാര്യമുള്ളൂ, പ്രിൻസിപ്പൽ വിൽ ബി ലയബിൾ ഫോർ ദി ഏജൻസ് ആക്ട്. ഏജൻറ്റ് ആക്ടിന് ആര് ലയബിൾ ആയിരിക്കും, പ്രിൻസിപ്പൽ ലയബിൾ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് സംസാരിക്കുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിനകത്ത് ഏജൻറ്റ് വിൽ ബി റെസ്പോൺസിബിൾ, ഏജൻ്റ് ആയിരിക്കും കൂടുതലായിട്ടും റെസ്പോൺസിബിൾ ആവുക. ആരുടെ? ഏജൻറ്റ് ആക്ടിന് ഏജൻറ്റ് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കും. സോ അതാണ് നമുക്ക് കൂടുതലായിട്ടും ശ്രദ്ധിക്കാനായിട്ടുള്ളത്, സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, അതാണ് നോക്കുന്നത്. എവിടെയാണെന്നുള്ള കാര്യമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ സിറ്റുവേഷൻസിനകത്ത് ഏജൻറ്റിന് ലയബിലിറ്റി ഉണ്ടാവും എന്നുള്ളൊരു കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഏജൻറ്റ്സ് ലയബിലിറ്റി. ടെക്സ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ, ടെക്സ്റ്റിൽ പല കാര്യങ്ങളും ഭയങ്കര ജംബിൾഡായിട്ട് ഷിഫ്റ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇഷ്യൂസ് ഡെഫിനറ്റ്ലി നമ്മുടെ ഈ പറയുന്നത് പോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനുണ്ട്. ഓക്കെ, അപ്പോൾ ഐ വിൽ ടേക്ക് ഇറ്റ് ഫ്രം മൈ നോട്ട്സ്. എൻ്റെ നോട്ട്സിൽ നിന്ന് എന്ത് ചെയ്യാം, ഇത് ഈ പറയുന്നത് പോലെ തന്നെ എടുത്തു തരാം. ഓക്കെ, ഫൈൻ. ഓക്കെ, സോ സർക്കംസ്റ്റാൻസസ് വെൻ ആൻ ഏജൻറ്റ് ഈസ് പേഴ്സണലി ലയബിൾ എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓൾറെഡി പ്രിൻസിപ്പൾ ആയിരിക്കും ലയബിൾ ആവുക ഏജൻസിൻ്റെ ആക്ടിന്. പക്ഷേ ചില സിറ്റുവേഷൻസിനകത്ത് ഏജൻറ്റ് ലയബിൾ ആയിരിക്കും. ഏതൊക്കെ സിറ്റുവേഷനാണ്? ഫസ്റ്റ് തിങ് ഈസ് ഫോറിൻ പ്രിൻസിപ്പിൾ. ഞാൻ എപ്പോഴും പറയാറുള്ള എക്സാമ്പിളാണ് നമ്മൾ മൈബോസ് എന്ന് പറയുന്ന മൂവിക്കകത്ത്. അപ്പോൾ ഫോറിൻ പ്രിൻസിപ്പിൾ എന്ന് എഴുതിയിട്ട് എന്ത് എഴുതണം, അതായത് എന്താണെന്ന് വെച്ചാൽ ഏജൻറ്റ് ആക്റ്റഡ് ഫോർ എ ഫോറിൻ പ്രിൻസിപ്പിൾ ഹു ഈസ് റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് നമ്മുടെ മൈബോസ് എന്ന് പറയുന്ന മൂവിക്കകത്ത് ദിലീപും മമത മോഹൻദാസും കൂടെ മറ്റേ ഗണേഷ് കുമാറിൻ്റെ അവിടെ കയറി പോകുന്ന സീനിനകത്ത് ഒരു കാര്യമുണ്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ ഗണേഷ് കുമാർ പറയുന്നുണ്ട്, അതായത് എന്താണെന്ന് വെച്ചാൽ മനു ഇന്ത്യൻ അതായത് പ്രിയ ഫോറിൻ സിറ്റിസൺ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടുത്തെ ലോസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് മനു ഇന്ത്യൻ സിറ്റിസൺ ആയതുകൊണ്ട് മനുവിന് എന്ത് കിട്ടും, ശിക്ഷ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഫോറിൻ പ്രിൻസിപ്പിളിനെ നമുക്ക് ശിക്ഷിക്കാൻ പറ്റില്ല. സോ ആ സിറ്റുവേഷനകത്ത് ഏജൻറ്റ് പേഴ്സണൽ ലയബിൾ ആയിരിക്കും.
സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വെച്ചാൽ പ്രിൻസിപ്പൽ കനോട്ട് ബി സ്യൂഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതേ കാര്യം തന്നെയാണ്, ഫോറിൻ അംബാസിഡേഴ്സ് ആണ്, സോവറൈൻസ് ആണ്. അപ്പോൾ അവരൊക്കെ ആക്ച്വലി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതായത് ഡിസ്ക്വാളിഫൈഡ് പേഴ്സൺസ്, അതായത് കോമ്പീറ്റൻസ് സംസാരിച്ച സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഫോറിൻ ആയിട്ടുള്ള അംബാസിഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഡിസ്ക്വാളിഫൈഡ് ആണ്, ബട്ട് ദേ ക്യാൻ എൻറ്റർ ഇൻ ടു കോൺട്രാക്ട് ത്രൂ ആൻ ഏജന്റ്. അപ്പോൾ ആ ഏജന്റ് അവിടെ റെസ്പോൺസിബിൾ ആയിരിക്കും. തേർഡ് തിങ് എന്താണെന്ന് വെച്ചാൽ ഹീസ് നോട്ട് ആൻ ആക്ച്വലി ഏജന്റ്, ഹീസ് എ പ്രിട്ടൻഡഡ് ഏജന്റ്. സോ ദാറ്റ് കേസ് ഓൾസോ ഹി വിൽ ബി ലയബിൾ. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏജന്റ് തന്നെ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേഴ്സണൽ ആയിട്ടുള്ള ലയബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചില വെടിക്കെട്ടൊക്കെ നടക്കുന്ന കേസിനകത്ത് കരാറുകാരുണ്ടായിരിക്കും, പ്ലസ് അത് ഏറ്റ് നടത്തുന്ന കുറച്ച് വർക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആക്ച്വലി ഏറ്റവും മുകളിലുള്ള ഒരാളുണ്ടായിരിക്കും, അത് അയാളായിരിക്കും ഏജന്റ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അയാൾ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ടാവും. അതായത് എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും രീതിയിലുള്ള അപകടം സംഭവിച്ചാൽ ഐ വിൽ ബി റെസ്പോൺസിബിൾ. സോ ദാറ്റ് ഈസ് പേഴ്സണൽ ലയബിലിറ്റി ബൈ എഗ്രിമെന്റ്. നെക്സ്റ്റ് ഏജന്റ് എക്സീഡിങ് ഹിസ് അതോറിറ്റി. ഏജന്റ് കൂടുതലായിട്ട്, അതായത് ഏജന്റിന് പ്രിൻസിപ്പൽ ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ആ അതോറിറ്റി എന്ത് ചെയ്യുന്നു? എക്സീഡ് ചെയ്യുന്നു. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഏജന്റ് സൈനിങ് ആൻ അഗ്രിമെന്റ് വിത്തൗട്ട് മെൻഷനിങ് ഹീസ് എൻ ഏജന്റ്. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാൻ അയാൾ മെൻഷൻ ചെയ്യുന്നില്ല അവരുടെ ഏജന്റ് ആണെന്നുള്ള കാര്യം. സോ ആ സിറ്റുവേഷനകത്ത് ഏജന്റ് പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ഏജന്റ് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല ആരാണ് പ്രിൻസിപ്പൽ എന്നുള്ള കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് നോൺ ആസ് അൺഡിസ്ക്ലോസ്ഡ് പ്രിൻസിപ്പൽ. അപ്പോൾ നമുക്ക് ഒരിക്കലും പ്രിൻസിപ്പലിനെ ലയബിൾ ആക്കാൻ പറ്റില്ല. സോ ഏജന്റ് വിൽ ബി ലയബിൾ. നെക്സ്റ്റ് മിസ്റ്റേക്ക്, ഫ്രോഡ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിനകത്തൊക്കെയാണ് ഏജന്റ് പേഴ്സണലി ലയബിൾ ആവുന്നത്. സർക്കംസ്റ്റാൻസസ് വെൻ പേഴ്സണലി ലയബിൾ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഉറപ്പിച്ച് പറയല്ല, ബട്ട് സ്റ്റിൽ ഏജൻസിയിൽ നമുക്കൊരു കേസ് സ്റ്റഡി പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, എപ്പോഴും നമ്മളെ സംബന്ധിച്ച് കൂടുതലായിട്ടും നോക്കേണ്ടത് സെക്ഷൻ നമ്പർ 208 ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? 191, 202, 210 ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഏജൻസിയിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറില്ല, ബട്ട് സ്റ്റിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇത്തവണ ചോദിക്കാൻ ചെറിയൊരു പോസിബിലിറ്റി, മനസ്സിലാവുന്നുണ്ടോ? പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലതാണല്ലോ, കിട്ടുവാണെങ്കിൽ ബെറ്റർ ആണല്ലോ. അപ്പോൾ 2 ഈ പറയുന്നത് പോലെ തന്നെ 209 സംസാരിക്കുന്നത് വെച്ചാൽ ഏജൻസ് ഡ്യൂട്ടി ഓൺ ടെർമിനേഷൻ ഓഫ് ഏജൻസി. ഓക്കെ, അതായത് എന്താണെന്ന് വെച്ചാൽ ഇതല്ല നമുക്ക് സംസാരിക്കാനുള്ള. ഏജൻറ്റ് എപ്പോഴാണ് ഏജൻറ്റ് ടെർമിനേറ്റ് ആവുന്നത് എന്നുള്ളതാണ്. സിമ്പിളായിട്ട് ആലോചിക്കുക. അവിടെ പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഏജൻ്റ് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ആക്ച്വലി ഫോർ എക്സാമ്പിൾ 1/4/2025 എന്ത് ചെയ്യുന്നു? എൻ്റെ ഏജൻസി റിവോക്ക് ചെയ്യുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി ഈ പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ നോട്ടീസ് കിട്ടുന്നത് 4/4/2025 വിചാരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? പ്രിൻസിപ്പൽ ഉണ്ട്. പ്രിൻസിപ്പൽ ഫോർ എക്സാമ്പിൾ അഭിലാഷ് എന്ന് പറയുന്ന ആളാണ് പ്രിൻസിപ്പൽ. ഓക്കെ, രഞ്ജിത്ത് എന്ന് പറയുന്ന ആളാണ് ഏജൻറ്റ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ പറയുന്നത് പോലെ തന്നെ എനിക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് എപ്പോഴാണെന്നറിയാവോ? 4/4/2025 ഈ പറയുന്നത് പോലെ തന്നെ നോട്ടീസ് കിട്ടുന്നത്, റിവോക്ക് ചെയ്യുന്നത്. എൻ്റെ ഏജൻസി എന്ത് ചെയ്യുന്നത്? റിവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഈ 4/4/2025 തൊട്ടിട്ട് മാത്രമേ അതിന് എന്തുണ്ടായിരിക്കും? അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കും. 4/4/2025 തൊട്ടിട്ട് അതിന് എന്തുണ്ടായിരിക്കും? അപ്ലിക്കബിലിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം 3/4/2025 കൺഫ്യൂസ്ഡ് ആവരുത്. 3/4/2025 ഞാൻ കുറച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഗുഡ്സ് വിറ്റിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ കമ്മീഷനോട് ഞാൻ എൻടൈറ്റിൽഡ് ആണ്. ഐ എം എൻടൈറ്റിൽഡ് ടു ദാറ്റ് കമ്മീഷൻ. അപ്പോൾ അതാണ് ആ ഒരു പോയിൻ്റാണ് ശ്രദ്ധിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് റീസണബിൾ ആയിട്ട് നോട്ടീസ് കൊടുക്കണം. എപ്പോൾ തൊട്ടിട്ടാണ് ഏജൻസി ഈ പറയുന്നത് പോലെ തന്നെ റിവോക്ക് ആവുന്നത് എന്നുള്ളൊരു പോയിന്റാണ് സംസാരിച്ചത് നമ്മൾ. ഓക്കെ, ഫൈൻ. പല രീതിയിൽ ഏജൻസി റിവോക്ക് ചെയ്യാം. റിവോക്കേഷൻ ബൈ പ്രിൻസിപ്പിൾ. ഓക്കെ, എന്നാൽ പിന്നെ ഏജൻറ്റ് റിനൗൺസ് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. ഏജൻസിയുടെ ബിസിനസ് കംപ്ലീറ്റ് ചെയ്തു. ഫോർ എക്സാമ്പിൾ എൻ്റെ നേരത്തെ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലാറ്റ് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ബിസിനസ്, അത് കംപ്ലീറ്റ് ചെയ്തു. ഡെത്ത് ഓർ ഇൻസാനിറ്റി ഓഫ് പ്രിൻസിപ്പൽ ഓർ ഏജൻറ്റ്, മരിച്ചുപോയി. ഇൻസോൾവൻസി ഓഫ് പ്രിൻസിപ്പൽ സിറ്റുവേഷൻസിനകത്തൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്നതിൽ റിവോക്ക് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, സിമ്പിളായിട്ട് ആലോചിക്കുക. ഇപ്പോൾ എ അതേപോലെ തന്നെ ബി, രണ്ട് വ്യക്തികൾ, മനസ്സിലാവുന്നുണ്ടോ? എ ഈസ് എ പ്രിൻസിപ്പൽ, എ ആണ് പ്രിൻസിപ്പൽ, ആൻഡ് ബി ഈസ് ഏജൻറ്റ്, ബി ആണ് ഏജൻറ്റ്. അപ്പോൾ ഈ സിറ്റുവേഷൻസിനകത്ത് ആക്ച്വലി എയുടെ ഒരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 50 സെൻറ്റ് ലാൻഡ് ഉണ്ട്. ഓക്കെ, ബി ഓൾറെഡി എക്ക് ഈ പറയുന്ന പൈസയ്ക്ക് അത്യാവശ്യം വന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 2 lakhs rupees കടം കൊടുത്തിട്ടുണ്ട്. കഥ ക്ലിയർ അല്ലേ മക്കളെ? എ പ്രിൻസിപ്പൽ, ബി ഏജൻറ്റ്, എക്ക് ലാൻഡ് ഉണ്ട്. ഓക്കെ, 50 സെൻറ്റ് ലാൻഡ് ഉണ്ട്. 2 ലക്ഷം രൂപ ബി ആർക്ക് കടം കൊടുത്തിട്ടുണ്ട്? എക്ക് കടം കൊടുത്തിട്ടുണ്ട്. കടം തിരിച്ചു തരാമെന്ന് പറഞ്ഞ സമയമൊക്കെ ആയി, ബി തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ചോദിച്ചു, ബി അപ്പോൾ പൈസ തിരിച്ചു തരാൻ ചോദിച്ചു. അപ്പം ഈ പറയുന്നത് ബി എയോട് ചോദിച്ചു, ബി അല്ലേ കടം കൊടുത്തിട്ടുള്ളത്, ബി എയോട് ചോദിച്ചു ഈ പറയുന്നത് പൈസ തിരിച്ചു തരാൻ വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് എ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ലാൻഡ് ഉണ്ടല്ലോ 50 സെൻറ്റ് ലാൻഡ്, ഇത് നീ വിൽക്കുന്ന സമയത്ത് എനിക്ക് കമ്മീഷൻ തരാം, ഈ പറയുന്ന പൈസ തിരിച്ചും തരാമെന്ന് പറഞ്ഞു.
ഈ സിറ്റുവേഷനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇൻ ദിസ് കേസ് ദ ഏജന്റ് ഹാസ് എൻ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ, ഏജൻസി കെൻ നോട്ട് ബി ടെർമിനേറ്റഡ് ടു ദെയർ പ്രിജുഡൈസ്. പ്രിജുഡൈസ് മീൻസ് അയാൾക്ക് ഹാംഫുൾ ആവുന്ന രീതിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് പോലെ തന്നെ ഏജൻസി ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളൊരു പോയിന്റാണ് സംസാരിക്കാനായിട്ട് ഉള്ളത്. ക്ലാരിറ്റി ഉണ്ടോ, ക്ലിയർ ആണോ പോയിന്റ്? അപ്പോൾ ഇത് വെച്ചിട്ടൊരു കേസ് സ്റ്റഡി നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫാക്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ട് ആ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, എഴുതാൻ വേണ്ടിയിട്ട്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കാനായിട്ടുള്ളത്, ഏജന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സബ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സബ് ഏജന്റ് ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കോളേജസിലൊക്കെ പോയിട്ട് ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ എനിക്കാണെന്ന് വെച്ചാൽ എല്ലാ കോളേജിലും പോയിട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഞാനൊരു ഏജന്റിനെ വെക്കുകയാണ്, അവരുടെ സമ്മതത്തോടു കൂടി. നോർമൽ കേസിനകത്ത് നമുക്ക് ഏജന്റിനെ വെക്കാൻ പറ്റില്ല. മനസ്സിലാക്കുക പ്രിൻസിപ്പിൾ. ഒരു ഏജന്റിനെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്നത് കൂടി അപ്പോയിന്റ് ചെയ്യുന്നു. ആ ഏജന്റ് വേറൊരു ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചില കേസസിനകത്ത് നമുക്ക് ഏജന്റിനെ, പുതിയൊരു സബ് ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് മനസ്സിലാക്കുക, സബ് ഏജന്റ് ഈസ് എ പേഴ്സൺ എംപ്ലോയ്ഡ് ബൈ ദ ഒറിജിനൽ ഏജന്റ് പെർഫോം പാർട്ട് ഓഫ് ദ ഏജൻസീസ് ബിസിനസ്. ഇതും 210 കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സബ് ഏജന്റിന്റെ കാര്യം ഇപ്പോൾ മനസ്സിലാക്കുക, ഇത്ര പോയിന്റ് മാത്രം മനസ്സിലാക്കുക. ടെർമിനേഷൻ ഓഫ് സബ് ഏജൻസ് അതോറിറ്റി. ഓക്കെ, വെൻ ദ ഏജൻസ് അതോറിറ്റി ഈസ് ടെർമിനേറ്റഡ്, ദ അതോറിറ്റി ഓഫ് ഓൾ സബ് ഏജൻസ് അപ്പോയിന്റഡ് ബൈ ദി ഏജന്റ് ഈസ് ഓൾസോ ടെർമിനേറ്റഡ്. അവരും ടെർമിനേറ്റ് ആവും എന്നുള്ളൊരു പോയിന്റ് അതും കൂടെ ഈ ഒരു ഏരിയക്കകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, ഫൈൻ. റാറ്റിഫിക്കേഷൻ ഒറ്റയ്ക്ക് നോക്കാം. റാറ്റിഫിക്കേഷൻ ഓഫ് ഏജൻസി, റാറ്റിഫിക്കേഷൻ മീൻസ് സബ്സീക്വൻറ്റ് അപ്രൂവലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റാറ്റിഫിക്കേഷൻ എന്ന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്നത് പോലെ തന്നെ വിളിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് റിഗാർഡിങ് ടു ഏജൻസി. ഏജൻസിനെ കുറിച്ച് നമുക്ക് അത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഡൺ. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, സോ വിത്ത് ദാറ്റ് വി കംപ്ലീറ്റഡ് അവർ സ്പെഷ്യൽ കോൺട്രാക്ട്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കുറേ കാര്യങ്ങൾ, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നത് പോലെ തന്നെ സ്പെഷ്യൽ കോൺട്രാക്റ്റിന് ടെൻഡർ പ്രൊസീജിയറൊക്കെ അതിൻ്റെ മുൻപ് ക്വാസി കോൺട്രാക്റ്റും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് അവർ നോർമൽ കോൺട്രാക്റ്റിൻ്റെ ഏരിയയിലോട്ടാണ് പോകാനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഈ നോർമൽ കോൺട്രാക്റ്റിൻ്റെ ഏരിയയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മുൻപ്, അതായത് 2-3 അറ്റംപ്റ്റ് മുൻപായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഈ പറയുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്നില്ല, ഡിസ്കസ് ചെയ്യുന്നില്ല. ജസ്റ്റ് അതിൻ്റെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ പറയാമെന്നേ ഉള്ളൂ. അതായത് ഐ തിങ്ക് നമ്മുടെ എം ടി പിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്നത് അൺസൗണ്ട് മൈൻഡിലുള്ള ഒരു വ്യക്തി. ഓക്കെ, ഒരു അൺസൗണ്ട് മൈൻഡിൽ ഉള്ള ഒരു വ്യക്തി. ഈ അൺസൗണ്ട് മൈൻഡിലുള്ള ഒരു വ്യക്തി, അതായത് ഡ്രിങ്കിങ് ഒക്കെ ചെയ്ത് അയാൾക്ക് എന്താണെന്ന് വെച്ചാൽ റാഷണൽ ജഡ്ജ്മെൻറ്റ്സ് ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഈ അൺസൗണ്ട് മൈൻഡിലുള്ള ഒരു വ്യക്തി, നമുക്ക് അയാളെ വേണമെന്ന് വെച്ചാൽ എ എന്ന് വിളിക്കാം. ഈ എ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ എയുടെ ലാൻഡ് ബിക്ക് സെല്ല് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? എയുടെ ലാൻഡ് എന്ത് ചെയ്യുന്നു, ബിക്ക് സെല്ല് ചെയ്യുന്നു. ഓക്കെ, 40 ലക്ഷം രൂപയുടെ ലാൻഡാണ്, അത് 10 ലക്ഷം രൂപയ്ക്ക് സെല്ല് ചെയ്യുന്നു. ഓക്കെ, ജസ്റ്റ് മക്കളെ ഒന്ന് നോക്കി പറയാവോ, ഈ 40 ലക്ഷമുള്ള ലാൻഡ് നോർമൽ കേസിനകത്ത് 10 ലക്ഷത്തിന് വിൽക്കുകയാണെന്ന് വിചാരിക്കുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. എന്താ? വൈ? കൺസിഡറേഷൻ നീഡ് നോട്ട് ബി അഡീക്വേറ്റ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ് സംസാരിക്കുന്നത്. കൺസിഡറേഷൻ എപ്പോഴും അഡീക്വേറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ സിറ്റുവേഷനകത്ത് അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തി ഇത് സെല്ല് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ഡെഫിനറ്റ്ലി ദാറ്റ് കോൺട്രാക്ട് എന്ത് കോൺട്രാക്റ്റ് ആയിട്ട് മാറും? അത് ഈ പറയുന്നത് പോലെ തന്നെ വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറുമോ? ഇല്ല, ഡെഫിനറ്റ്ലി അത് എന്ത് കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല, വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് മാറില്ല. അപ്പോൾ ആ ഒരു കേസ് സ്റ്റഡി നിങ്ങൾ ഈ ഒരു നോർമൽ കോൺട്രാക്റ്റിന് എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് എം ടി പിയിലൊന്ന് നോക്കിയോട്ടെ. ഓക്കെ, സോ അത് തന്നെയാണ്, അത് ക്വസ്റ്റ്യൻ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് കോമ്പീറ്റൻസിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഓക്കെ, സോ അത് എന്തല്ല, വാലിഡ് കോൺട്രാക്റ്റ് അല്ല. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് നിങ്ങൾ എന്ത് എഴുതണം, ഈ പറയുന്നത് പോലെ തന്നെ കോമ്പീറ്റൻസിനെ കുറിച്ച് എഴുതണം. ആരൊക്കെയാണ് ഈ പറയുന്ന പോലെ കോമ്പീറ്റൻറ്റ്? മേജർ അല്ലേ, അതേപോലെ തന്നെ എന്താണ്, സൗണ്ട് മൈൻഡ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പേഴ്സൺ നോട്ട് ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. അപ്പോൾ അതിനകത്ത് ഹീസ് എ അൺസൗണ്ട് മൈൻഡ് ബിക്കോസ് ഹീ ഈസ് നോട്ട് ഏബിൾ ടു ടേക്ക് റേഷണൽ ജഡ്ജ്മെൻറ്റ്സ് ഓൺ ഹിസ് ഓൺ. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ആ ഒരു കോൺട്രാക്റ്റ് എന്താണ്, ഇൻവാലിഡ് ആണ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യണം, എഴുതണം എന്നുള്ള പോയിൻ്റാണ്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, അതായത് ഈ പറയുന്നത് പോലെ തന്നെ ബേസിക് ടേംസിലോട്ടൊന്നും കടക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് ടു ഡിസ്കസ് റിഗാർഡിംഗ് ടൈപ്സ് ഓഫ് വോയിഡ് അഗ്രിമെൻറ്റ്സ്. ഓക്കെ, ടൈപ്സ് ഓഫ് വോയിഡ് അഗ്രിമെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കാനായിട്ടുണ്ട്. പെട്ടെന്ന് സംസാരിച്ച് പോവാം. ഫസ്റ്റ് വൺ ഈസ് അൺലോഫുൾ കൺസിഡറേഷൻ ഓർ ഒബ്ജക്ട്. വെദർ ഒബ്ജക്ട് ഈസ് അൺലോഫുൾ ഓർ കൺസിഡറേഷൻ എന്തെങ്കിലും അൺലോഫുൾ ആണെന്നുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് വോയിഡ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുകയാണ്, മറ്റൊരാളായിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് the part of consideration of object is unlawful, the agreement is void.
പിന്നെ അഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അഗ്രിമെൻറ്റ് വിത്തൗട്ട് കൺസിഡറേഷൻ നോർമൽ കേസിനകത്ത് വോയിഡ് ആണ്, ബട്ട് സെർട്ടൈൻ സിറ്റുവേഷൻസിനകത്ത് അത് വാലിഡ് ആണ്. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ സ്റ്റഡി. അതായത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആയിരിക്കണം. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനുണ്ട്, അച്ഛൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് മക്കളുണ്ട്, ABC 3 മക്കളുണ്ട്. അപ്പോൾ അവർക്ക് ലാൻഡ് എന്ത് ചെയ്യാണ്, റൈറ്റിങ്ങിൽ എഴുതി കൊടുക്കുകയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. ശ്രദ്ധിക്കുക, റൈറ്റിങ്ങിലായിരിക്കണം, രജിസ്റ്റേർഡ് ആയിരിക്കണം, പിന്നെന്തായിരിക്കണം, നാച്ചുറൽ ലവ് ആൻഡ് അഫെക്ഷൻ ആയിരിക്കണം, പിന്നെന്താണ്, പാർട്ടീസ് ഇൻ ഇയർ റിലേഷൻ ടു ഈച്ച് അതർ. മനസ്സിലാവുന്നുണ്ടോ? പരസ്പരം ഈ പറയുന്നത് അത്രയും ബന്ധമുള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് അഗ്രിമെൻറ്റ് ഈസ് വാലിഡ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ഓൾസോ സെക്കൻഡ് പോയിന്റ് ഈസ് ടൈം ബാർ ഡെപ്റ്റ്. ടൈം ബാർ ഡെപ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, അതായത് 3 വർഷമായിട്ട് നമ്മൾ കേസ് കൊടുത്തിട്ടില്ല. സോ ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ഡെപ്റ്റ് ടൈം ബാറിലാണ്, പക്ഷേ അതിനകത്ത് റൈറ്റിങ്ങിലാണ്, സൈൻഡ് ആണ്. 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന്, ഇവിടെ റൈറ്റിങ്ങിലാണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, സൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. നെക്സ്റ്റ് പ്രോമിസ് ടു കോമ്പൻസേറ്റ് ഫോർ എ പോസ്റ്റ് വോളണ്ടറി ആക്ട് അല്ലെങ്കിൽ പോസ്റ്റ് വോളണ്ടറി സർവീസ്. എക്സാമ്പിൾ പറയാറുള്ള കഥ പറയുമ്പോൾ എന്ന് പറയുന്ന മൂവിക്കകത്ത് നമ്മുടെ ബാലൻ അല്ലെ, അതേപോലെ തന്നെ മമ്മൂട്ടി, ശ്രീനിവാസൻ, ആ കാര്യമാണ് നമ്മൾ എക്സാമ്പിളായിട്ട് സംസാരിക്കാനായിട്ടുള്ളത്. സോ ദാറ്റ് ഈസ് അഗ്രിമെൻറ്റ് വിതൗട്ട് കൺസിഡറേഷൻ നോർമലി വോയിഡ് ആണ്, ബട്ട് ഈ എക്സെപ്ഷണൽ കേസിനകത്ത് വാലിഡ് ആണ്. അഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. ഓക്കെ, മാരേജ് തടസ്സപ്പെടുത്തുക എന്നുള്ള ഒരാളുടെ പേഴ്സണൽ ലൈബിലിറ്റി, പേഴ്സണൽ ലിബർട്ടീനെ തടസ്സപ്പെടുന്ന കാര്യങ്ങളാണ്. ദാറ്റ് റെസ്ട്രിക്ട്സ് എ പേഴ്സൺ ഫ്രം മാരിങ് ഈസ് വോയിഡ്. അഗ്രിമെൻറ്റ് ഇൻ റീസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരാൾ ഈ പറയുന്നത് പോലെ തന്നെ അല്ലേ, അതായത് കച്ചവടം നടത്താൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഗ്രിമെൻറ്റ്, അതിന് വേണ്ടിയിട്ട് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പ്യൂർലി വോയിഡ്. പക്ഷേ ശ്രദ്ധിക്കണം, ഞാനിപ്പോൾ എൻ്റെ NMR ബിരിയാണി, എൻ്റെ സ്ഥലം പാലക്കാടാണ്. സോ പാലക്കാടുള്ള ഒരു സ്ഥലമാണ് NMR ബിരിയാണി. അപ്പോൾ NMR ബിരിയാണി എന്ന് പറയുന്ന ആ ഒരു ഗുഡ് വിൽ അവർ വിറ്റു. ഓക്കെ, വിറ്റിട്ട് ആ വിറ്റ ആൾക്കാർ പറയുകയാണ്, നിങ്ങൾ ഇനി ചുറ്റുവട്ടത്ത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ എന്ത് ചെയ്യാൻ പാടില്ല, ബിരിയാണി കച്ചവടം നടത്താൻ പാടില്ല എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാലിഡ് അല്ലടാ. കാരണം അവരുടെ ഗുഡ് വിൽ വിറ്റു, NMRൻ്റെ ഗുഡ് വിൽ വിറ്റു. ഇനിയിപ്പോൾ മറ്റുള്ള ആൾക്കാർക്കും അതിൻ്റെ ബിസിനസ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചാൽ അവിടെ കൺഫ്യൂഷൻ ആയിരിക്കും, ശരിക്കും ഏതാണ് NMR എന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കും. സോ അതാണ് സംസാരിക്കുന്നത്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോർമലി വോയിഡ് ആണ്. ആൻ അഗ്രിമെന്റ് ദാറ്റ് റെസ്ട്രിക്ട്സ് എ പേഴ്സൺ ഫ്രം ക്യാരിങ് ഓൺ എ ലോഫുൾ പ്രൊഫഷൻ, ട്രേഡ് ഓർ ബിസിനസ് ഈസ് വോയിഡ്. Exception, sale of goodwill, seller can agree not to compete within reasonable limits. Partnership agreements, partners can agree not to compete during or after the partnership. Partnersന് അത് ഇത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അഗ്രിമെൻറ്റ് റീസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ് ഒന്നുമില്ല, ഒരു മജിസ്ട്രേറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, അതായത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ കേസ് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ കേസ് കൊടുക്കുക, അവിടെ കോടതി കാര്യങ്ങളൊക്കെ നമ്മുടെ ജസ്റ്റിസ് കാര്യങ്ങളൊക്കെ പുലർത്താൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അതാണ് അഗ്രിമെൻറ്റ് ദാറ്റ് റെസ്ട്രിക്ട്സ് എ പാർട്ടി ഫ്രം എൻഫോഴ്സിംഗ് ദിയർ റൈറ്റ്സ് ത്രൂ ലീഗൽ പ്രൊസീഡിങ്സ് ഈസ് വോയിഡ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മൊബൈൽ വിൽക്കുന്ന സമയത്ത് ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക, നിങ്ങളിത് എന്തെങ്കിലും കേട് വന്നാൽ നിങ്ങൾ കൺസ്യൂമർ കോർട്ടിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് വോയിഡ്. പക്ഷേ ദർ ആർ സർട്ടൻ എക്സെപ്ഷൻസ്, ആർബിട്രേഷൻ അഗ്രിമെൻറ്റ്സ് ഉണ്ട്. ആർബിട്രേഷൻ മീൻസ് ലൈക്ക് എ കോംപ്രമൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, വാലിഡ് ആണ്. അഗ്രിമെൻറ്റ് വോയിഡ് ഫോർ അൺസർട്ടൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കുക, ഇപ്പോൾ ഞാൻ ഒരു ഓയിൽ വിൽക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഓയിൽ വിൽക്കുന്ന വ്യക്തി മസ്റ്റാർഡ് ഓയിലുണ്ട്, ഒലിവ് ഓയിലുണ്ട്, കോക്കനട്ട് ഓയിലുണ്ട്, അങ്ങനെ പല ടൈപ്സ് ഓഫ് ഓയിലുണ്ട്. അപ്പോൾ ഏത് ഓയിലാണെന്ന് പറഞ്ഞിട്ടില്ല. അൺസർട്ടൈൻ വേജറിംഗ് അഗ്രിമെൻറ്റ്സ് മീൻസ് ഗാംബ്ലിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അതും ഈ പറയുന്നുള്ള വോയിഡ് ആണ് എന്നുള്ളൊരു പോയിന്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കൺസിഡറേഷൻ്റെ കേസിനകത്ത് സംസാരിക്കാനായിട്ടുള്ള കൺസിഡറേഷൻ ഡെഫിനേഷൻ പഠിക്കണം. കൺസിഡറേഷൻ ഇസ് എൻ ആക്ട്, അബ്സ്റ്റൻസ് മീൻസ് ഒരു കാര്യം ചെയ്യാതിരിക്കുക. പ്രോമിസ് ഡൺ ഓർ പ്രോമിസ് ടു ബി ഡൺ അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അതായത് എന്തായിരിക്കും, ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലീഗൽ റൂൾസ് റിഗാർഡിംഗ് ദി കൺസിഡറേഷൻ. ലീഗൽ റൂൾസ് റിഗാർഡിംഗ് കൺസിഡറേഷൻ മസ്റ്റ് മൂവ് അറ്റ് ദ ഡിസയർ ഓഫ് ദി പ്രോമിസർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുന്ന വ്യക്തി, നിങ്ങൾക്ക് സർവീസ് ഓഫർ ചെയ്യുന്ന ആൾ, അപ്പോൾ ഞാൻ ഒരു പ്രൈസ്, ഇതിപ്പോൾ ഫ്രീ ആണ്, പക്ഷേ ഞാൻ ഇഫ് ഐ എം കോട്ടിങ് എ പ്രൈസ് 500 rupees ഫോർ ക്രാഷ് ക്ലാസ്, ദെൻ ദാറ്റ് ഈസ് ദ കൺസിഡറേഷൻ, ഡിസയർ ഓഫ് ദി പ്രോമിസർ. മേ മൂവ് ഫ്രം പ്രോമിസ് യുവർ എനി അതർ പേഴ്സൺ, നിങ്ങൾക്കും തരാൻ പൈസ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിന് നിങ്ങളുടെ ഫീസ് തരാം, വിച്ച് മീൻസ് ദാറ്റ് മേ മൂവ് ഫ്രം പ്രോമിസ് യുവർ എനി അതർ പേഴ്സൺ. ഇൻ ദിസ് കേസ് വി ഹാവ് ടു സ്റ്റഡി ദാറ്റ് കേസ് സ്റ്റഡി, ദാറ്റ് ഇസ് ചിന്നയ്യ വേഴ്സസ് രാമയ്യ. സ്റ്റഡി ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് എഴുതുവാണെങ്കിൽ നല്ലതാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ആ ഓൾഡ് ലേഡിയുടെയൊക്കെ കേസ് സ്റ്റഡി ഇല്ലേ, നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. മസ്റ്റ് ബി ഓഫ് സംതിങ് ഓഫ് വാല്യൂ ഉള്ള എന്തെങ്കിലും ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈ മൊബൈൽ ഫോൺ മേടിച്ചു, ഞാൻ പറഞ്ഞു എന്നിട്ട് ഒരു ലോട്ടറി ടിക്കറ്റിൻ്റെ 50 ലക്ഷത്തിന് ലോട്ടറിയാണ് അത് തരാമെന്ന് പറഞ്ഞു. ഇറ്റ്സ് നോട്ട് വാല്യൂ ഉള്ള ഒരു കാര്യമല്ല. മേ ബി ആൻ ആക്ട് അബ്സ്റ്റിനൻസ് ഓർ പ്രോമിസ്, വിട്ട് നിൽക്കുക മീൻസ്, മനസ്സിലായോ? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിൽ ഓഫ് ഗുഡ് വില്ല്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് നമ്മൾ പൈസ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്, അവരുടെ ഗുഡ് വില്ലിന് വേണ്ടിയിട്ടും അവർ വേറൊരു ട്രേഡിൽ എൻഗേജ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ മേ ബി പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഫോർ എക്സാമ്പിൾ, ക്ലാസ് കാണുന്ന ദേവിക എന്ന് പറയുന്ന കുട്ടി നന്നായിട്ട് ക്ലാസ് എടുക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ദേവികയുടെ അടുത്ത് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വന്നിട്ട് മാഡം ട്യൂഷൻ എടുത്ത് തരുമെന്ന് ചോദിക്കുകയാണ്, പൈസ അടച്ചു, വിച്ച് മീൻസ് ദാറ്റ് ദേവിക പിന്നെ സർവീസ് ഡെലിവർ ചെയ്യുന്നു. സോ ഈ സിറ്റുവേഷനകത്ത് കൺസിഡറേഷൻ ഈസ് ഓരോ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയ സമയത്ത് ദേവികനെ സംബന്ധിച്ച് ഇറ്റ് ഇസ് പാസ്റ്റ് കൺസിഡറേഷൻ, മറ്റേ സംബന്ധിച്ച് ഫ്യൂച്ചറിലാണ് എന്ത് കിട്ടുന്നത്, സർവീസസ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ ഫോൺ മേടിക്കുന്നു, മൈജിന്ന് മേടിക്കുന്ന സമയത്ത് ഞാൻ പൈസ കൊടുക്കും, ദാറ്റ് ഇസ് പ്രസൻറ്റ് കൺസിഡറേഷൻ, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ആയിരിക്കാം. മസ്റ്റ് നോട്ട് ബി അൺലോഫുൾ ആവാൻ പാടില്ല, ലീഗൽ ആയിരിക്കണം.
നീഡ് നോട്ട് ബി അഡീക്വേറ്റ്. ഇതാണ് ഞാൻ സംസാരിച്ചത്. 40,000 ഐറ്റം ആണെന്നുണ്ടെങ്കിൽ 40,000 തന്നെ കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് എത്രയാണോ, അതായത് ഞാനിപ്പോൾ ചിലപ്പോൾ അത് 20,000 രൂപയ്ക്കാവും വിൽക്കുന്നുണ്ടാവും. സോ ദാറ്റ് ഈസ് നീഡ് നോട്ട് ബി അഡീക്വേറ്റ്, മസ്റ്റ് നോട്ട് ബി ഇല്യൂഷറി, മായാവാൻ പാടില്ല, മസ്റ്റ് നോട്ട് ബി ഓപ്പോസ് ടു പബ്ലിക് പോളിസി. PSC പോലെയുള്ള അല്ലേ ഈ പറയുന്നത് പോലെ തന്നെ PSC ഒക്കെ എഴുതിയിട്ട് ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ജോലിക്കൊക്കെ കയറുന്നുണ്ട്, അതിന് ബ്രൈബ് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പൈസ മേടിച്ചിട്ട് ഒരാളെ കയറ്റി കൊടുത്തു. ദാറ്റ് ഈസ് സപ്പോസ് ടു പബ്ലിക് പോളിസി. പ്രീ എക്സിസ്റ്റിംഗ് ഒബ്ലിഗേഷൻസ് ആവാൻ പാടില്ല. ഇപ്പോൾ ഒരു പോലീസ്മാൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അതിന് നമ്മൾ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് സർക്കാർ ഓൾറെഡി പൈസ കൊടുക്കുന്ന ഇറ്റ്സ് ഹിസ് ഒബ്ലിഗേഷൻസ്, ഹിസ് ഡ്യൂട്ടി. So no consideration, no contract exceptions. We discuss natural love and affection, compensation for past voluntary services. ടൈം ബാർ ഡെപ്റ്റ് ഈസ് ഓൾസോ ഓൾ റൈറ്റ്, അത് നമ്മൾ സംസാരിച്ചു. പിന്നെ കംപ്ലീറ്റഡ് ഗിഫ്റ്റിൻ്റെ കേസിനകത്ത് കൺസിഡറേഷൻ ആവശ്യമില്ല, ഏജൻസിയുടെ കേസിനകത്ത് ആവശ്യമില്ല, ആൻഡ് ഓൾസോ ചാരിറ്റിയുടെ കേസിനകത്തും ആവശ്യമില്ല എന്നുള്ള പോയിന്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡോക്ട്രിൻ ഓഫ് പ്രിവിറ്റി ഓഫ് കൺസിഡറേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. അതായത് ട്രസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ മറ്റ് ഈ പറയുന്നത് പോലത്തെ മാരേജ് സെറ്റിൽമെൻറ്റ്സ്. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് തേർഡ് പേഴ്സൺ ക്യാൻ സ്യൂ എന്നുള്ളൊരു ടോപ്പിക് ഉണ്ട്. ദാറ്റ് ഈസ് ഓൾസോ കൺസിഡറേഷൻ കേസിനകത്ത് ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതൊക്കെയാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. കോമ്പീറ്റൻസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. But minors contract is important. Minor agreement with minor is void ab initio. Okay, void ab initio ആണ്. No estoppel against minor, അതായത് മൈനർ മറ്റൊരാളായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഈ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റോപ്പൽ, അപ്പോൾ ആ സിറ്റുവേഷനകത്ത് ഞാൻ മറ്റൊരാളെ റെപ്രസെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ട്രാൻസാക്ഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞു വെച്ചാൽ ഐ ഹാവ് ടു ഇൻകർ ദാറ്റ് ലയബിലിറ്റി. ബട്ട് മൈനറിൻ്റെ കേസിനകത്ത് മൈനർ ക്യാൻ പ്ലീഡ് മൈനോറിറ്റി ഈവൻ ഇഫ് ദേ മിസ്റെപ്രസെൻറ്റഡ് ദെയർ ഏജ് എന്നുള്ള കാര്യമാണ് സംസാരിക്കുന്നത്. നോ റെസ്റ്റിറ്റ്യൂഷൻ, മൈനർ കനോട്ട് ബി ഫോഴ്സ് ടു റിട്ടേൺ ബെനിഫിറ്റ്സ് റിസർവ്ഡ് അണ്ടർ എ വോയിഡ് അഗ്രിമെൻറ്റ്. ഒരു വോയിഡ് അഗ്രിമെൻ്റ് കേസിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ്സ് മൈനർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൈനർക്ക് അത് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, റാറ്റിഫിക്കേഷൻ്റെ ആവശ്യമില്ല. അതായത് മൈനർ ആവുന്ന സമയത്ത് എൻ്റർ ചെയ്തിട്ടുള്ള അഗ്രിമെൻറ്റ്സ് കാര്യങ്ങളൊന്നും മെജോറിറ്റി ആവുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്നത് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കോൺട്രാക്ട്സ് ബെനിഫിഷ്യൽ ടു മൈനർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്നത് മൈനർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കോൺട്രാക്ട്സ് കാര്യങ്ങളൊക്കെ എൻഫോഴ്സ് ചെയ്യാം. മൈനർ ആസ് എൻ ഏജന്റ്, മൈനർക്ക് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാം, പ്രിൻസിപ്പലിന്റെ കമ്മീഷൻ മേടിക്കാം. ബട്ട് മൈനർ വിൽ നോട്ട് ബി പേഴ്സണലി ലയബിൾ. ലയബിലിറ്റി ഫോർ നെസസിറ്റി സംസാരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ക്വാസി കോൺട്രാക്ടിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഫ് എ പേഴ്സൺ ഹു സപ്ലൈ ദ നെസസറീസ് ഫോർ എ പേഴ്സൺ ഹു ഈസ് ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിസ് പ്രോപ്പർട്ടി വിൽ ബി ലയബിൾ. പേഴ്സൺ ലയബിൾ അല്ല, മൈനറുടെ പ്രോപ്പർട്ടി ലയബിൾ ആയിരിക്കും. മൈനർ ഇൻസോൾവെന്റ് ആവില്ല. ആൻഡ് ഓൾസോ ജോയിന്റ് അഗ്രിമെന്റ്സ് ഇഫ് എ മൈനർ ആൻഡ് അഡൾട്ട് എൻഡേഴ്സ് ഇൻ കോൺട്രാക്ട്, ഓൺലി അഡൾട്ട് ഈസ് ലയബിൾ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളെ സംബന്ധിച്ച് സംസാരിക്കാനായിട്ടുള്ള പോയിന്റ്. ഫ്രീ കൺസെൻറ്റ് ഇത്തവണത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാണ്, ചവിട്ടുകയാണ്. ഫ്രീ കൺസെൻറ്റ് പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നോക്കിക്കോളൂ, പഠിച്ചോളൂ. ഫ്രോഡൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്തോളൂ, സമയമുണ്ടെങ്കിൽ നോക്കിപ്പോക്കോളൂ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഫ്രോഡ്, മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് വിത്ത് റിഗാർഡിംഗ് ടു മൈ കോൺട്രാക്ട് ആക്ടിനെ സംബന്ധിച്ച് എനിക്ക് ഇത്രയും പോയിന്റ്സ് ആണ് കൂടുതലായിട്ടും എനിക്ക് എന്ത് ചെയ്യാനായിട്ടുള്ളത്, ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, സോ ഞാനൊരു മണിക്കൂറിൽ നിർത്തണമെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, നമ്മളൊരു 1.5 മണിക്കൂറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കോൺട്രാക്ട് ആക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വി ഡിസ്കസ് റിഗാർഡിംഗ് ദി കോൺട്രാക്ട് ആക്ട്. നെക്സ്റ്റ് പോയിന്റ്, മൈ മേജർ ഡിസ്കഷൻ, എനിക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നൊരു പോയിന്റാണ്. ദിസ് ടൈം ഡയറക്ടേഴ്സ് വിൽ ഡു വണ്ടേഴ്സ്. ഡയറക്ടേഴ്സ് അടിപൊളിയായിട്ട് ഒരുപാട് ഈ പറയുന്നത് പോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നുള്ളതല്ല, ബട്ട് സ്റ്റിൽ നല്ല മാർക്സ് നമുക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നമ്മളെ സംബന്ധിച്ച് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു ഏരിയ. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ കേസിനകത്ത് ചില സിറ്റുവേഷൻസിനകത്ത് അവർ എന്ത് ചെയ്യാറുണ്ടെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ഇല്ലാത്ത കാര്യങ്ങളും കൂടെ ചോദിക്കാറുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ആക്ച്വലി അവരുടെ ഒരു എന്താ പറയുക, കുസൃതി എന്നൊക്കെ പറയാം അല്ലെ, CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുസൃതി എന്നൊക്കെ പറയുന്ന പോലെ കഴിഞ്ഞ തവണ വുമൺ ഡയറക്ടർ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ചില കുസൃതി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. കുസൃതി എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ കുസൃതിയാണ് DIN, ദാറ്റ് ഈസ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. അപ്പോൾ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറിനെ കുറിച്ച് ഷോർട്ട് നോട്ട്സ് ഇടയ്ക്ക് എപ്പോഴോ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് മനസ്സിലാക്കുക, നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ ഇന്ത്യയിൽ സംബന്ധിച്ച്, നമ്മുടെ കമ്പനീസ് ആക്ടിനെ സംബന്ധിച്ച് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് സംസാരിക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ ഡയറക്ടർ ആണെന്നുണ്ടെങ്കിൽ DIN വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നോ പേഴ്സൺ ഷാൾ ബി അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ അൺലെസ് അലോട്ടഡ് DIN. DIN മീൻസ് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ or another prescribed under section 153. Okay, സെൻട്രൽ ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്യാൻ മറ്റെന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യാൻ, സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ CMA, എൻ്റെ CMAയുടെ മെമ്പർഷിപ്പ് നമ്പർ, CNയുടെ മെമ്പർഷിപ്പ് നമ്പർ, ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എങ്ങനെയാണ് DIN വേണ്ടി അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ എനി ഇൻഡിവിജ്വൽ മേ അപ്ലൈ ഫോർ DIN. ഓക്കെ, ആർക്ക് ടു സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യാം. പ്ലസ് സബ്മിറ്റ് ദ ആപ്ലിക്കേഷൻ പ്രിസ്ക്രൈബ് ഫോം ആൻഡ് മാനർ അലോങ് വിത്ത് ഫീസ്. ഓക്കെ, പ്രിസ്ക്രൈബ് ഫോം ആൻഡ് മാനർ എന്ന് പറയുമ്പോൾ DIR 3 ആണ് പ്രിസ്ക്രൈബ് ഉള്ള ഫോം. അറ്റസ്റ്റേഷൻ നടത്തണം. CA, CMA, CS ഇൻ പ്രാക്ടീസ് അറ്റസ്റ്റ് ചെയ്യണം.
ആൻഡ് ഓൾസോ ഈ സിറ്റുവേഷനകത്ത് ഈ പറയുന്നത് പോലെ സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അലോ ടീം വിത്തിൻ 1 month ഓഫ് ദി റെസിപ്റ്റ് ഓഫ് അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ റിജക്ട് ചെയ്യും. ചില സിറ്റുവേഷൻസ് അത് എന്ത് ചെയ്യും, റിജക്ട് ചെയ്യും. ഡീംഡ് റിമെയിൻസ് വാലിഡ് ഫോർ ദി ലൈഫ് ടൈം ഓഫ് ദി ഡയറക്ടർ. ലൈഫ് ടൈം ഡയറക്ടറിൻ്റെ ലൈഫ് ടൈമിൽ അത് പിന്നെ പുതുക്കോ കാര്യങ്ങളൊന്നും മീൻസ് പുതുക്കോ ഇൻ ദ സെൻസ് അങ്ങനെയല്ല, അതായത് ലൈഫ് ടൈമിലോട്ട് അപ്ലിക്കബിൾ ആയിരിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് വിൽ നോട്ട് ബി allotted to any other person. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിൻ. ഡിൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ്സ് ഓവർ. നെക്സ്റ്റ് വി ആർ മൂവിങ് അഹെഡ്. ഞങ്ങൾ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻസിനകത്ത് എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ദാറ്റ് ഇസ് വി ആർ മൂവിങ് ഓൺ ടുവേർഡ്സ് ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടർ. ഓക്കെ, ഡയറക്ടറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസിലോട്ടാണ് പോകുന്നത്. ഡയറക്ടറിൻ്റെ ഡിസ്ക്വാളിഫിക്കേഷൻസിലോട്ട് പോകുന്ന സമയത്ത് സിമ്പിളായിട്ട് മനസ്സിലാക്കുക, സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്നത് പോലെ തന്നെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, അത് നിങ്ങൾ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ ഡയറക്ടർ ആരാണ് എന്ന് എഴുതിയിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡയറക്ടർ ആരാണെന്ന് എഴുതിയിട്ട് വേണം അതിലോട്ട് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ചലിക്കാൻ വേണ്ടിയിട്ട്. ഡയറക്ടർ ആരാണെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതണം. ഓക്കെ, 2 Clause 34 പ്രകാരം സെക്ഷനും പഠിച്ചു വയ്ക്കുക, ഡയറക്ടറിൻ്റെ സെക്ഷൻ പഠിച്ചു വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ഡ്യൂട്ടീസ് ഓഫ് ദി ഡയറക്ടർ പവേഴ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന സമയത്താണെങ്കിലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ യാ ഡിസ്ക്വാളിഫിക്കേഷൻസ് 164. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതി? ഓക്കെ, ഫസ്റ്റ് നമ്മൾ എഴുതി Section 2 Clause 34 of Companies Act 2013 defines a director to mean a director appointed to the board of a company. Board means what? Collective ആയിട്ടുള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3, ഓക്കെ, പ്രൈവറ്റ് ആണെങ്കിൽ 2, OPC ആണെങ്കിൽ 1, ആ രീതിയിലുള്ള ഡയറക്ടേഴ്സ് വേണമെന്ന് പറയുന്നില്ലല്ലോ. ആ ലിമിറ്റ് തികഞ്ഞാൽ മാത്രമേ നമുക്ക് ബോർഡ് എന്ന് വിളിക്കാൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. സോ ആ സിറ്റുവേഷൻസിനകത്ത് നമ്മൾ ഡിസ്ക്വാളിഫിക്കേഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ നോക്കേണ്ട, ഇത് ജസ്റ്റ് ഒരു കോഡ് വേർഡാണ്, നമ്മുടെ പിള്ളേർക്ക് പറയാറുള്ള ഒരു കോഡ് വേർഡാണ്. ലാസ്റ്റിലോട്ട് നമുക്ക് അതിലോട്ട് പോവാം. സോ ഫസ്റ്റ് പോയിന്റ് 164 ആണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, ഡിസ്ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നത്. അത് ക്വാളിഫിക്കേഷൻസ് അതാണ് ഞാൻ പറയുന്നത്, അതായത് പ്രത്യേകിച്ച് അക്കാഡമിക് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഒന്നും കമ്പനീസ് ആക്ട് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയുന്നില്ല. ദർ ഈസ് ഓൾസോ നോൺ മാൻഡേറ്ററി ഷെയർ ക്വാളിഫിക്കേഷൻ ആസ് പെർ ആക്ട് അൺലസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് കമ്പനി പ്രിസ്ക്രൈബ് ഫോർ സെയിം. ഓക്കെ, ആർട്ടിക്കിൾസ് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇത്ര ഷെയർ വേണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നില്ല, പറയുന്നൊന്നുമില്ല. പക്ഷേ 164 സബ്സെക്ഷൻ 1 ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, 164 മാത്രമല്ല പറയുന്നത്, 164ഉം പറയുന്നുണ്ട്, 165ഉം പറയുന്നുണ്ട്. 164 ഡയറക്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ് പറയുന്നതെന്നുണ്ടെങ്കിൽ 165 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ് ആണ്. അതെന്തുകൊണ്ടാണ് സാർ ഇൻഡയറക്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ്? ഐ വിൽ ഡിസ്കസ്, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഫസ്റ്റ് പോയിന്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഹി ഈസ് ഓഫ് unsound mind and stands so declared by the competent court. അപ്പോൾ ശ്രദ്ധിക്കുക, provides that a person shall not be eligible for appointment as a director of a company if നെഗറ്റീവ് ഡെഫിനിഷൻ ആണ്. ഈ താഴെ പറയുന്ന കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാളെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഹീസ് ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് സ്റ്റാൻഡ്സ് ഡിക്ലെയർഡ് ബൈ കോമ്പിറ്റന്റ് കോർട്ട്. ഞാൻ ഒറ്റയ്ക്ക് അൺസൗണ്ട് മൈൻഡ് ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, കോർട്ട് എന്ത് ചെയ്യണം, അത് ഡിക്ലെയർ ചെയ്യണം. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഈ പറയുന്നത് പോലെ തന്നെ അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ഹീസ് ഇൻകാപ്പബിൾ ഓഫ് കോൺട്രാക്ടിങ്. ഹീസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ്. ശ്രദ്ധിക്കാടാ, ഇൻസോൾവെൻറ്റ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇൻസോൾവെൻറ്റ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല, അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ് എന്ന് എഴുതണം. ഓക്കെ, എന്താ അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ്? ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. വാട്ട് ഇസ് മെൻ ബൈ ഇൻസോൾവെൻറ്റ്? പട്ടാമ്പിയിൽ ഞാനൊരു എക്സാമ്പിൾ പറയാറുണ്ട്. വീരമണി ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു ടെക്സ്റ്റൈൽസ് മാത്രമുള്ള ചിട്ടി കമ്പനി ഉണ്ടായിരുന്നു. ചെട്ടിയാർ അവരെന്ത് ചെയ്തു, അവർ ഈ പറയുന്നത് പോലെ തന്നെ ഒരു തവണ അവരുടെ അത് പൊളിഞ്ഞു പോയി. അപ്പോൾ ആ സിറ്റുവേഷനകത്ത് അയാളെ പാപ്പറായിട്ട് കോടതി പ്രഖ്യാപിച്ചു. ഓക്കെ, പാപ്പറായിട്ട് പ്രഖ്യാപിച്ചാൽ ദാറ്റ് ഇസ് ഇൻസോൾവെൻറ്റ്. ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞു വെച്ചാൽ അയാൾക്ക് യാതൊരുവിധ രീതിയിലുള്ള ലയബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവിധ രീതിയിലുള്ള ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ്ഡ് ആവും. ബട്ട് ചില സിറ്റുവേഷൻസിനകത്ത് ഹി വിൽ ബി അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ്. എന്താണ് അൺഡിസ്ചാർജ് ഇൻസോൾവെൻസി? ഫോർ എക്സാമ്പിൾ എൻ്റെ കയ്യിൽ അസറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇൻസോൾവൻസി എന്ന് പറയുന്ന സിറ്റുവേഷനകത്ത് എൻ്റെ അസറ്റ്സിനേക്കാളും ലയബിലിറ്റി വരണം, അല്ലേ? എൻ്റെ അസറ്റ്സിനേക്കാളും ലയബിലിറ്റി കൂടുന്ന സമയത്താണ് ദാറ്റ് ഇസ് ഇൻസോൾവൻസി. അപ്പോൾ ഈ സിറ്റുവേഷനകത്ത് എനിക്ക് പക്ഷേ കുറേ അസറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ എന്നാലും എന്ത് ചെയ്തു, ഇൻസോൾവെൻ്റ് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. ഇറ്റ്സ് മീൻസ് ദാറ്റ് അപ്പോൾ കോടതി പറയും ദിസ് ഇസ് റോങ്, അല്ലേ? നീ ചെയ്യുന്നത് റോങ് ആണ്, നീ പറയുന്നത് പോലെ തന്നെ ഡിസ്ചാർജ്ഡ് ആവാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു, ബട്ട് നിന്നെ ഇപ്പം ഡിസ്ചാർജ്ഡ് ആക്കുന്നില്ല, അൺഡിസ്ചാർജ്ഡ് ആണ്. ആൻഡ് ഓൾസോ തേർഡ് പോയിന്റ് ഈസ് വാട്ട് ഹി ഹാസ് അപ്ലൈഡ് ടു ബി അഡ്ജുഡിക്കേറ്റഡ്. അഡ്ജുഡിക്കേറ്റഡ് മീൻസ് തീരുമാനിക്കുക ആസ് ഇൻസോൾവെൻറ്റ് ആൻഡ് ഹിസ് അപ്ലിക്കേഷൻ ഈസ് സ്റ്റിൽ പെൻഡിങ്. ഈ സിറ്റുവേഷനകത്ത് അപ്ലിക്കേഷൻ സ്റ്റിൽ പെൻഡിങ്ങിലാണ് നിൽക്കുന്നത്. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ആണ് നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. കൺവിക്റ്റഡ് ബൈ കോർട്ട് ഓഫ് എനി ഒഫൻസ് വെദർ ഇൻവോൾവിംഗ് മോറൽ ടർപ്പിറ്റ്യൂഡ് ഓർ അതർവൈസ്, വിശ്വാസവഞ്ചന കാര്യങ്ങളൊക്കെ, ആൻഡ് സെൻറ്റൻസ് ഇൻ റെസ്പെക്ട് ഓഫ് ദർ ഓഫ് ടു ദ ഇംപ്രിസൺമെൻറ്റ് ഫോർ നോട്ട് ലെസ് ദാൻ 6 months ആൻഡ് എ പീരീഡ് ഓഫ് 5 years ഹാസ് നോട്ട് elapsed ഫ്രം ദ ഡേറ്റ് ഓഫ് എക്സ്പയറി ഓഫ് സെൻറ്റൻസ്. ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അതായത് എന്താണ് പറയുന്നത്, ഞാനിപ്പോൾ ഒരു ഡയറക്ടറാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഡയറക്ടറാകാൻ വേണ്ടിയിട്ട് പോകുന്നൊരു വ്യക്തിയാണെന്ന് വിചാരിക്കാം.
എന്നെ 6 മന്ത്സ് ഓക്കെ എന്നെ ഈ പറയുന്നത് പോലത്തെ 6 മന്ത്സ് മിനിമം 6 മന്ത്സിനെ എന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവണം, ശിക്ഷിച്ചിട്ടുണ്ടാവണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ചില സിറ്റുവേഷൻസിനകത്ത് നിങ്ങൾക്ക് ചിലപ്പം കുറേ കേസുകളായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുറേ കേസുകളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഓരോ കേസിനകത്ത് നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, 6 മന്ത്സ് മിനിമം 6 മന്ത്സ് നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആണോ, മിനിമം 6 മന്ത്സ് നിങ്ങൾ ഈ പറയുന്നത് പോലെ തന്നെ ഇംപ്രിസൺഡ് ആണോ എന്ന് നോക്കണം. അങ്ങനെ മിനിമം 6 മന്ത്സ് ഇംപ്രിസൺഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ആലോചിക്കുക, ഇപ്പോൾ 1/1/2025 അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് എന്നെ എന്ത് ചെയ്തു 1/1/2026 വരെ, വിച്ച് മീൻസ് ഒരു വർഷത്തേക്ക് എന്നെ എന്ത് ചെയ്തു, ഇംപ്രിസൺ ചെയ്തു എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ ഈ 1/1/2026 മുതൽ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തേക്ക് ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. മനസ്സിലാവുന്നുണ്ട്? അതാണ് ഇവിടെ സംസാരിക്കുന്നത്. ആൻഡ് ഹാസ് നോട്ട് ലാപ്സ്ഡ് ആൻഡ് ദ പീരീഡ് ഓഫ് 5 years ഹാസ് നോട്ട് എലാപ്സ്ഡ് ഓൺ ദ എക്സ്പയറി ഓഫ് സെൻറ്റൻസ്. ഇങ്ങനെ തന്നെ എഴുതണം. അതായത് ശിക്ഷിക്കപ്പെട്ട സമയം തൊട്ടിട്ടല്ല. ഓക്കെ, ശിക്ഷിച്ചിട്ട് എൻ്റെ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് കഴിഞ്ഞിട്ടുണ്ട്, ഈ പറയുന്നത് ശിക്ഷ കഴിഞ്ഞിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞ പീരീഡ് തൊട്ടിട്ട് 5 വർഷത്തിന് ഞാൻ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, ഈ പറയുന്നത് പോലെ തന്നെ 5 വർഷം കഴിഞ്ഞു വെച്ചാൽ ഐ ആം ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡയറക്ടർ. ഓക്കെ, പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില സിറ്റുവേഷൻസിനകത്തൊക്കെ അത്രയും വലിയ രീതിയിലുള്ള ശിക്ഷയും കാര്യങ്ങളൊക്കെ അനുഭവിക്കും. ഫോർ എക്സാമ്പിൾ സത്യം സ്കാമിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. സത്യം സ്കാമിൻ്റെ തന്നെ ബോർഡ് ഓഫ് ഡയറക്ടറായിട്ടുള്ള രാമലിംഗം രാജു. ഓക്കെ, ഇഫ് ഹി ഈസ് ആക്ച്വലി കൺവിക്റ്റഡ് ഇത്ര വർഷം 6-7 years അല്ലേ, 7 years ഓർ മോർ ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലൈഫ് ലോങ് ഒരു കമ്പനിയുടെയും ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ക്ലാരിറ്റി ഉണ്ടോ? ക്ലിയർ ആണോ പോയിന്റ്? സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് സംസാരിക്കാനായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇത് കോർട്ടിൻ്റെ കാര്യമാണ് സംസാരിക്കാനായിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഒഫൻസിൻ്റെ കേസിനകത്ത് ചില സിറ്റുവേഷനകത്ത് കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും. ഓക്കെ, ആൻഡ് ആ ഒരു ഓർഡർ ഇൻ ഫോഴ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 7 വർഷം അങ്ങനെയൊന്നുമില്ല, അവർക്ക് അപ്പോയിൻറ്റ് ചെയ്യാനേ പറ്റത്തില്ല. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് കോൾ മണി പേ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അതായത് ഈ പറയുന്നത് പോലത്തെ കോൾ മണി പേ ചെയ്യേണ്ട ലാസ്റ്റ് ഡേ അത് തൊട്ടിട്ട് 6 months എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഓൺ ദ ലാസ്റ്റ് ഡേ ഫിക്സ് ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദി കോൾ. ഇതാണ് സംസാരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത പോയിന്റാണ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. ഓക്കെ, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒഫൻസ്, റിലേറ്റഡ് പാർട്ടീസ് ആരാണെന്നൊക്കെ നമ്മൾ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമ്പനീസ് ആക്ട് ഒക്കെ പഠിക്കുന്ന ഫസ്റ്റ് പ്രിലിമിനറി സിറ്റുവേഷൻസിനകത്ത് റിലേറ്റഡ് പാർട്ടിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 188 പ്രകാരമുള്ള റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് അത് ഇൻവോൾവ് ചെയ്യുന്ന എന്തെങ്കിലും ഒഫൻസിൽ ലാസ്റ്റ് 5 വർഷം, മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പോൾ 2026 ഞാൻ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വിചാരിക്കാം, 2021 തൊട്ടിട്ടുള്ള പീരീഡിൽ എപ്പോഴെങ്കിലും ഞാൻ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ സംബന്ധിച്ച് എന്തെങ്കിലും കേസിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്താണ്, ഡിസ്ക്വാളിഫൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ, ഹാസ് നോട്ട് കംപ്ലൈഡ് വിത്ത് സെക്ഷൻ 3 of 153. ഡിന്നില്ല. ഓക്കെ, ഡിന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ഡിന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആണ്. ഹി ഹാസ് നോട്ട് കംപ്ലൈഡ് വിത്ത് പ്രൊവിഷൻസ് ഓഫ് സബ്സെക്ഷൻ 1 of 165. അതായത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ് ഉണ്ട്. ഓക്കെ, 20 ആണ് പറ്റും. മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 20 ആണ്. നമുക്ക് മാക്സിമം ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് ഓൾട്ടർനേറ്റീവ് ഡയറക്ടർഷിപ്സ്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓക്കെ, അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക, അപ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആണ്. ഇതാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്വാളിഫിക്കേഷൻസ്. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. അൺയൂഷ്വൽ അഗ്ലി ഐഡിയാസ് ക്യാൻ ടോട്ടലി റൂയിൻ മാനേജിങ് ഡയറക്ടർ. എന്താണ് അൺയൂഷ്വൽ അഗ്ലി ഐഡിയാസ് ക്യാൻ ടോട്ടലി റൂയിൻ മാനേജിങ് ഡയറക്ടർ. ഹിയർ അൺയൂഷ്വൽ ഫോർ ഈ പറയുന്നത് പോലെ തന്നെ അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ്, യു ഫോർ അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റിനെയാണ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്ലി യു ഫോർ അൺസൗണ്ട് മൈൻഡ്, ഐ ഫോർ ഇൻസോൾവെൻറ്റ്, ഐ എന്താണ്, ഐ പറയുന്ന പോലെ തന്നെ ഇൻസോൾവെൻറ്റ്. സി ഫോർ കൺവിക്റ്റഡ്. ഓക്കെ, സി ഫോർ എന്താണ്, കൺവിക്റ്റഡ് തന്നെ 2 രീതിയിൽ കൺവിക്റ്റ് ചെയ്യാം അല്ലേ. 6 months ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ എന്താണ്, 5 years ഡിസ്ക്വാളിഫൈഡ് ആണ്, എലാപ്സ് ഓഫ് ദ സെൻറ്റൻസ് അല്ലേ. ആൻഡ് ഓൾസോ ഈ പറയുന്നത് പോലെ തന്നെ 7 years ലൈഫ് ലോങ്. പിന്നെ അതുപോലെ തന്നെ കോർട്ട് ട്രിബ്യൂണലൊക്കെയാണ് 7 years ഓർ മോർ ആണെങ്കിൽ, കോർട്ട് ട്രിബ്യൂണലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഓർഡർ ഇൻ ഫോഴ്സ് അപ്പം ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, സോ ആൻഡ് ഓൾസോ നെക്സ്റ്റ് വൺ ഈസ് ആ ട്രിബ്യൂണലിൻ്റെ കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ സംസാരിച്ചൊരു പോയിന്റാണ് R4 റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ലാസ്റ്റ് 5 years എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ആൻഡ് ഹിയർ ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ സംസാരിക്കാനായിട്ടുള്ളൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എം ഫോർ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടർഷിപ്സ് ആൻഡ് D for ഡിൻ. ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കാനായിട്ടുള്ളത്.
ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. നോ പേഴ്സൺ ഹൂ ഈസ് ഓർ has been a director of a company which has not filed financial statements or annual returns for continuous period of 3 financial years. Okay, ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ആക്ച്വലി കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ, റൈറ്റ്? സോ കമ്പനിയുടെ കേസിനകത്ത് കമ്പനി എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് ആളാണ് ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സ് ആണ്, അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഡയറക്ടേഴ്സ് ആർ ദ ഏജൻസ് ഓഫ് ദി കമ്പനി, റൈറ്റ്? സോ ആ സിറ്റുവേഷൻസിനകത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ഫിനാൻഷ്യൽ ഇയറിനകത്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക എന്താണ് ഹി വിൽ ബി ഡിസ്ക്വാളിഫൈഡ്. പക്ഷേ മക്കളെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്. ഓക്കെ, അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട്, അതിലോട്ട് ഞാൻ വരാം. ഓക്കെ, ഫൈൻ. So next one is triple D. Okay, so triple D, D for deposit, D for dividend and D for debentures. മനസ്സിലാവുന്നുണ്ട് എന്തൊക്കെ? ഡെപ്പോസിറ്റ്, ഡിവിഡൻഡ്, ഡിബഞ്ചേഴ്സ്. സോ ഈ സിറ്റുവേഷനകത്ത് ഹി ഫെയിൽ ടു റീപേ ദ ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റഡ് ബൈ ഇറ്റ്. ഓക്കെ, പബ്ലിക്കിനത് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് റീപേ ചെയ്തിട്ടില്ല. ഓർ പേ ഇൻട്രസ്റ്റ് ദർ ഓൺ ഓർ ടു റെഡീം എനി ഡിബഞ്ചർ ഓൺ ദ ഡ്യൂ ഡേറ്റ് or pay interest due thereon or pay any dividend declared ആയിട്ടുള്ള ഡിവിഡൻഡ് ആണ്. ആൻഡ് സച്ച് ഫെയിലിയർ ടു പേ ഓർ redeem continues for 1 year or more. ഒരു വർഷത്തിനോ മുകളിലോട്ടായിട്ട് ഡിഫോൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടുണ്ട്. ഷാദി എലിജിബിൾ ടു ബി റീഅപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ഓഫ് ദാറ്റ് കമ്പനി ഓർ അപ്പോയിന്റഡ് ഇൻ അതർ കമ്പനി ഫോർ എ പീരിയഡ് ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ സെഡ് കമ്പനി ഫെയിൽസ് ടു ഡു സോ. ദിസ് ഈസ് വെരി കോൺസെപ്ച്വൽ തിങ്. നിങ്ങൾ നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആ രീതിയിൽ തന്നെ കേസ് സ്റ്റഡി ഒക്കെ ആയിട്ട് ചോദിച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. സോ ഫിക്സ് എക്സാമ്പിൾ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഓക്കെ, സോ എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയിൽ രഞ്ജിത്ത് എന്ന് പറയുന്നത് ഞാൻ ആരാണ്? ഡയറക്ടറാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സിറ്റുവേഷൻസിനകത്ത് വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് രഞ്ജിത്ത് ഡയറക്ടറാണ്. മിനിമം എത്ര ഡയറക്ടർ വേണം? 3 ഡയറക്ടേഴ്സ് വേണം. സോ രോഹൻ ഡയറക്ടറാണ് ആൻഡ് ഓൾസോ രോഹിത്തും ഡയറക്ടറാണെന്ന് വിചാരിക്കാം. സോ ദർ ആർ 3 ഡയറക്ടേഴ്സ്, രഞ്ജിത്ത്, രോഹൻ ആൻഡ് രോഹിത്. ഓക്കെ, അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്കകത്ത് എന്ത് സംഭവിച്ചു? ഈ പറയുന്നത് പോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ആയിട്ട് അവർ എന്ത് ചെയ്തിട്ടില്ല? കണ്ടിന്യൂസ് 3 ഫിനാൻഷ്യൽ ഇയേഴ്സ് ആയിട്ട് അവർ ഈ പറയുന്നത് പോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്തിട്ടില്ല, ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് ആക്ച്വലി ലോജിക്കലി സ്പീക്കിംഗ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലത്തെ നമ്മൾ പ്രൊവിഷൻ വായിക്കുന്ന സമയത്ത് രഞ്ജിത്ത് വിൽ ബി ഡിസ്ക്വാളിഫൈഡ്, രോഹൻ വിൽ ബി ഡിസ്ക്വാളിഫൈഡ്, രോഹിത് വിൽ ബി ഓൾസോ ഡിസ്ക്വാളിഫൈഡ്. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഇവരെ പുറത്തേക്ക് ആക്കിയാൽ ബാക്കി കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ആര് ചെയ്യും? അത് കാരണം ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട പോയിന്റാണ്. അത് കാരണം ഈ സിറ്റുവേഷൻസിനകത്ത് ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ രഞ്ജിത്തിന് 3 വർഷം ഓൾറെഡി ഡയറക്ടറായിട്ട് ഇരുന്നു എന്ന് വിചാരിക്കാം. 3 വർഷത്തെ പീരീഡ് ഓൾറെഡി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. നെക്സ്റ്റ് 2 വർഷം കൂടെ എനിക്ക് എന്തുണ്ട്? ഈ പറയുന്നത് പോലെ തന്നെ ഡയറക്ടറായിട്ട് ഈ പറയുന്നത് പെർഫോം ചെയ്യാനായിട്ടുള്ള എന്തുണ്ട്? പീരീഡ് ഉണ്ടെന്ന് വിചാരിക്കല്ല, ഉണ്ട് അല്ലേ? അപ്പോൾ ആ സിറ്റുവേഷൻസിനകത്ത് എനിക്ക് 2 വർഷം കൂടെ എന്ത് ചെയ്യാം? ഡയറക്ടറായിട്ട് ഈ പറയുന്നത് പോലെ തന്നെ ഓഫീസ് ഹോൾഡ് ചെയ്യാം. അതിനുശേഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എന്നെ റീഅപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ സാർ ഈ രഞ്ജിത്ത് തന്നെ വേറെ ഒരു കമ്പനിയിൽ വൈ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഡയറക്ടർ ആണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? അവിടെ ഈ പറയുന്ന കാര്യം നടക്കൂ? ഇല്ല. വൈ ലിമിറ്റഡിൽ വേറെയും ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. സോ വേറൊരു കമ്പനിയിൽ 5 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈഡ് ആണ്. ആൻഡ് ഓൾസോ എക്സിസ്റ്റിംഗ് കമ്പനിയിൽ ഈ പറയുന്നത് പോലെ തന്നെ റീഅപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അതാണ് ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ദ കമ്പനി ഫെയിൽസ് ടു ഡു സോ. ഓക്കെ, ഫൈൻ. അതാണ് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓൾറെഡി പൊട്ട കമ്പനി, എക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പൊട്ട കമ്പനി. ഈ പൊട്ട കമ്പനിയിൽ വേറെ പുതിയൊരാൾ വരികയാണെന്ന് വിചാരിക്കാം. പുതിയൊരാൾ വരികയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഇസ് അല്ലെങ്കിൽ അനിൽ എന്ന് പറയുന്ന ഒരാൾ വരികയാണെന്ന് വിചാരിക്കാം. അപ്പം അനിൽ വരുന്ന സമയത്തെ ഓൾറെഡി അവിടെ മൊത്തം പ്രശ്നമായിട്ട് കിടക്കുവാണ്. എന്ത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രശ്നം, ആനുവൽ റിട്ടേണും പ്രശ്നം. അപ്പം അനിൽ ചോദിക്കുകയാണ്, എന്നെ ഇപ്പോൾ തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്ത്, ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല, ഞാൻ പുതുതായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞു ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് ഒരു 6 മാസം തരാം. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 മന്ത്സ് തരാം. 6 മന്ത്സിന് ശേഷം അയാളും ഡിസ്ക്വാളിഫൈഡ് ആവും. മനസ്സിലാവുന്നുണ്ട്? 6 മന്ത്സ് ആയിട്ട് അയാൾ ഇത് കറക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹി വിൽ ബി ഓൾസോ ഡിസ്ക്വാളിഫൈഡ്. അതാണ് പ്രൊവൈഡഡ് ദാറ്റ് എ പേഴ്സൺ ഈസ് അപ്പോയിന്റഡ് ആസ് ഡയറക്ടർ ഓഫ് എ കമ്പനി വിച്ച് ഈസ് ഇൻ ഡിഫോൾട്ട് ഓഫ് ക്ലോസ് എ or clause B, he shall not incur disqualification for a period of 6 months from the date of his appointment. Okay, 6 months from the date of his appointment. അപ്പോൾ ഇതൊക്കെ പബ്ലിക് കമ്പനിയുടെ കേസിനകത്താണ്. പ്രൈവറ്റ് കമ്പനിക്ക്, പബ്ലിക് കമ്പനിക്ക് ഇതല്ലാതെ മറ്റ് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ആഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള അല്ലേ ഈ പറയുന്ന പോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇൻ അഡീഷൻ ടു ദ അഫോർ മെൻഷൻ, പ്രൈവറ്റ് കമ്പനീസ് ക്യാൻ ഇൻക്ലൂഡ് അതർ ഡിസ്ക്വാളിഫിക്കേഷൻസ് വിത്ത് ദെയർ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസ് ഇഫ് ദേ സോ വിഷ് എന്നുള്ള പോയിൻ്റാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? കാര്യങ്ങൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? MCQ വേണ്ടിയിട്ട് പഠിക്കുക കേട്ടോ. പബ്ലിക് കമ്പനിയിൽ 3, പ്രൈവറ്റ് കമ്പനിയിൽ 2, OPCയിൽ 1 ആൻഡ് മാക്സിമം 15 പേര്. 15 പേരിനേക്കാളും മുകളിൽ അപ്പോയിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഈ പറയുന്നത് പോലെ തന്നെ പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക,
പഠിക്കുക. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മളെ സംബന്ധിച്ച് എനിക്ക് ആദ്യമായിട്ട് സംസാരിക്കാനായിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡയറക്ടേഴ്സിന് ഡിസ്കസ് ചെയ്തു. അന്ന് ഡിന്നെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ആൻഡ് ഓൾസോ വി ഡിസ്കസ് റിഗാർഡിംഗ് ദ ഡിസ്ക്വാളിഫിക്കേഷൻസ് ഓഫ് ഡയറക്ടർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെസിഗ്നേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിഗ്നേഷനെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റിന് മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റെസിഗ്നേഷനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് എന്ത് ചെയ്യാനായിട്ടുള്ളത്, സംസാരിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് റെസിഗ്നേഷനെ സംബന്ധിച്ച് 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ എഫക്റ്റീവ് ഡേറ്റ് ഓഫ് റെസിഗ്നേഷൻ, എപ്പോഴാണ് എഫക്റ്റീവായിട്ട് ഡേറ്റ് എന്ന് പറയുന്ന കാര്യം. ആൻഡ് ഓൾസോ ഈ സിറ്റുവേഷൻസിനകത്ത് നമ്മൾ സംസാരിക്കുന്നത് വെച്ചാൽ എപ്പോൾ ഏതുവരെയുള്ള ലയബിലിറ്റീസിനാണ് ഈ പറയുന്നത് പോലെ തന്നെ പറയുന്ന ഡയറക്ടർ ലയബിൾ ആവുക എന്നുള്ളൊരു പോയിന്റും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് റെസിഗ്നേഷൻ്റെ കാര്യം. ഓക്കെ, അപ്പം ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന പോർഷൻ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളത്. ഓക്കെ ഫൈൻ. സോ റെസിഗ്നേഷനിലോട്ട് നമുക്ക് കടക്കാം.